sir. Good evening. Good evening. Good evening. Good evening. Good evening. Good evening, sir. Good evening, sir. Good evening, sir. Good evening, sir. Sir, good evening. Good evening all. Sir, good Good evening, evening. sir. Good evening. Good evening. Good evening. Good evening. Matthew sir, Very നല്ല good energy ഉള്ള evening, ഒരാളാണ്. sir. Very good evening. Very good evening. നല്ല എനർജി അല്ല മാത്യു സാറേ, ഞങ്ങളൊക്കെ തോൽപ്പിക്കുമെന്നൊരു സംശയമില്ലായി ഇല്ല ഇപ്പോ. ഇന്ന് ബാറിലാണോ? ഇല്ല, ഞാൻ വീട്ടിലെത്തി. ഇന്ന് ഇല്ലല്ലോ, സാധനമില്ലല്ലോ. ഇന്നെന്ത് കുഴപ്പം? യെസ്, ഒരു ചെറിയൊരു കാര്യത്തിലേക്ക് പോവാണ്. ഇന്നലത്തെ ഡിസ്കഷൻ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നിയോ, അതല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനം ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? അലർട്ടായിരുന്നു എല്ലാവരും അലർട്ടായിരുന്നു. പിന്നെ ഇന്നലെ ക്ലാസ് കയറാൻ പറ്റിയില്ല സാറേ. ഞാൻ ഇന്ന് ആ ക്ലാസ് ശരിക്കും കേട്ടു. എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയി. എനിക്ക് ആ സാറിന്റെ ആ മനോഭാവത്തിന് ഞാൻ എന്റെ കയ്യടിയോടുകൂടി സ്വീകരിച്ചിരിക്കുന്നു. താങ്ക് യു. അത് കൂപ്പയോട് കൂടി സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു. സാറിന് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തെന്ന് എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ ജയകുമാരി മാഡം? ബുദ്ധി നേരത്തെ തോന്നുന്നത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടോ ദാസാന്ന്. ഓരോരുത്തരുടെ കാര്യങ്ങള് ഈ പറഞ്ഞ പോലെ കാണുമ്പോഴാണ് മാറ്റം വരുത്തണമെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, നേരെയാവുമെന്ന് വിചാരിച്ചു എല്ലാവരും പെട്ടെന്ന്. പക്ഷെ നേരെയാവുന്ന ലക്ഷണം കാണുന്നില്ലല്ലേ? ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം എന്താണെങ്കില് പക്ഷേ ആംപ്ലിഫയർ ആണോ? എന്താണ് ഭയങ്കര ഓക്കെ, അതായത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഒന്നും ഇതിനകത്ത് കണ്ടില്ല. എല്ലാവരും ഒരുപോലെ പങ്കെടുക്കും എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ അത് അത്ര കാര്യമായിട്ട് കണ്ടില്ല. പക്ഷെ പലരും എന്താ പുകമറ നീക്കി പുറത്തു വന്നു എന്നൊക്കെ പറയുന്ന പോലെ പലരും അത് പുറത്തു വന്നത് കണ്ടു. ഉള്ള എന്താ പറയുന്നത് മടി, നാണക്കേട് ഇതൊക്കെ മാറ്റി വെച്ച് എന്താ പറയാ, എന്താ ഡേവിഡ് സാർ എന്നെ പറയാ, എന്താ വെളിച്ചത്തിലേക്ക് നല്ല മുൻധാരയിലേക്ക് വരാൻ തയ്യാറായിരുന്നോ, എന്താണ് അതിന് പറയാ മലയാള വാക്ക്? എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുന്നുള്ളതുകൊണ്ട് മലയാളം ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല, അതാ കുഴപ്പം. മുഖ്യധാരയിലേക്ക് എല്ലാവരും കാൽനീട്ടി. അതല്ലേ, മുഖ്യധാരയിലേക്ക് എല്ലാവരും ഒത്തിരി പേര് എത്തി എന്നുള്ളത് വളരെ സന്തോഷമാണ്. അത് കൂടാതെ അപ്പൊ ഞാൻ ആലോചിച്ചെന്താ അറിയോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിലുണ്ടായിരുന്നതിന്റെ ഒരു 10-1 ആൾക്കാർ പോലും അതിനകത്ത് പങ്കാളികളായില്ല. കാരണം ഈ സ്ക്രീൻഷോട്ടുകൾ ഇടരുത്, അവരുടെ ഒരു വ്യൂ കാക്കല്, അതോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു ടാസ്ക് ഉണ്ടല്ലോ, ഇന്നത്തെ നിഫ്റ്റിയുടെ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുക, ഇത്തരം ടാസ്കിലേക്കൊന്നും ഒരു 10% ആളുകൾ പോലും പങ്കെടുത്തിട്ടില്ല. നമ്മുടെ മാസ്റ്റേഴ്സ് ക്ലബിലാണെങ്കിൽ പോലും സാർ ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര പേര് ആ ഒരു ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധയോട് കൂടി പങ്കാളികളായി എന്നൊന്ന് ചിന്തിച്ചു നോക്കി, എത്ര പേരുണ്ടോ? ബെറ്റർ ദാൻ പ്രീവിയസ് സാറേ. യെസ്, അതിൽ ഒരു സംശയമില്ല. ഞാൻ സന്തോഷം അറിയിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1% എങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് തന്നെ വലിയ സ്റ്റെപ്പാണ്. കാരണം ആദ്യത്തെ ദിവസമാണ് 1% ഇമ്പ്രൂവ്മെന്റ്. ബാക്കി എല്ലാവരും നമുക്ക് വലിച്ചു പുറത്തേക്ക് ചാടിക്കാണ്ടേ, ഒളിഞ്ഞിരിക്കുന്നവരൊക്കെ വലിച്ചു പുറത്തേക്ക് ചാടിക്കാം. ഒരു ദിവസം ഇത്രയും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല, ഒറ്റ ദിവസം കൊണ്ട്. അത് വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. അത് മാത്രമല്ല, ആ ഫസ്റ്റ് ടാസ്ക് പച്ചയിൽ കത്തിച്ചു. യെസ്, വെരി ഗുഡ്. അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസരം കണ്ടെത്താൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷം. ആ ഒരു അവസരമേ ഇന്നത്തെ ദിവസം മാർക്കറ്റ് തന്നുള്ളൂ. ആ അവസരം കൃത്യമായിട്ട് ഒട്ടുമിക്കവർക്കും കണ്ടെത്താൻ പറ്റി. അവിടെ ഒരു ട്രേഡ് എടുത്തു. അതിനുശേഷം കുരുത്തക്കേട് കാണിച്ചവരൊക്കെ ഇവിടെ തിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അത് വേറെ. ഒരു കാറിന് മറയാക്കിയിട്ട് ആ കാറിന് മുന്നിലേക്ക് കയറി ഇരിപ്പുണ്ട്, അത് വേറെ. ഞാൻ ഉദ്ദേശിച്ചില്ല. സ്ക്രീനിൽ ഫോട്ടോ കാണാൻ പറയാൻ പറ്റും, ഒരു കാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെൽഫി ഒക്കെ എടുത്തിരിക്കുന്നു. ഞാൻ അവസരം കണ്ടെത്തിയതിനെ കുറിച്ച് എനിക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യണം കേട്ടോ. എനിക്ക് ഒരു അവസരം തന്നെ. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവർക്കും. അതായത് ബോസ്കോ സാറിനെയാണ് ഉദ്ദേശിച്ചത്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ഈവനിങ് സാർ. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട് സാർ. സാർ ഇന്നത്തെ ട്രേഡിന്റെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗ്രൂപ്പിലിട്ടായിരുന്നു. തീർച്ചയായിട്ടും സന്തോഷം. ഒരു ക്ഷമാപണം ആദ്യമേ നടത്തിയാണ്. കാരണം എല്ലാം ചിലപ്പോൾ നോക്കി എത്തിയില്ലെങ്കിലും ഒരു വിഷമവും തോന്നരുത്. ഞാൻ എന്റേത് നോക്കിയില്ലല്ലോ, കമന്റ് ചെയ്തില്ലല്ലോ, അത്തരം കാര്യങ്ങൾക്കൊന്നും
ഒരു മനോവിഷമം തോന്നരുത്, ഒരു ബുദ്ധിമുട്ടും തോന്നരുത്, ഒരു കാര്യം തോന്നരുത്. കാരണം അതൊക്കെ സമയം പോലെ എല്ലാവരുടെയും കാണാൻ ശ്രമിക്കും. ഏതിനൊക്കെ കമന്റ് ചെയ്യുന്നുള്ളതൊക്കെയാണ് സംശയമുള്ളൂ. പക്ഷെ എല്ലാവരുടെയും കാണാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. എല്ലാവരെയും കാണും, എല്ലാം മോണിറ്റർ ചെയ്യും, എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് എല്ലാവരെയും ആ ഒരു ശ്രദ്ധയിലെത്തും. ചിലപ്പോൾ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ആയിരിക്കും കാണുന്നത്. അതൊന്നും കുഴപ്പമില്ല, എപ്പോഴാണെങ്കിലും ഞാനത് കാണും. നമുക്ക് എന്നിട്ട് ഇതിന്റെ ആകത്തുകയായിരിക്കും അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സിൽ വരുന്നത്. ഓരോരുത്തരുടെ ട്രേഡിന്റെ റിസൾട്ടിന്റെ ആകത്തുകയായിരിക്കും അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു മാറ്റം വന്നത് വലിയൊരു സന്തോഷം. കാരണം ഡേവിസ് സാർ പറഞ്ഞൊരു വാക്ക് തന്നെയാണ്, എല്ലാവരും ജാഗരൂകരായിരുന്നു എന്ന് തന്നെയാണ്. ഒട്ടുമിക്കവരും ജാഗരൂകരായിരുന്നു. ഇത് ആരെയൊക്കെയോ കാണിക്കാനുണ്ടല്ലോ എന്നുള്ള ചിന്തയില് പലരും ട്രേഡ് എടുക്കുന്നത് സൂക്ഷിച്ചിട്ടാണ്, വളരെ സൂക്ഷിച്ച്. ഇത് ഞാൻ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അതൊരു നോക്കാൻ ആളുണ്ടല്ലോ, മറ്റു പലരും കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയോട് കൂടി തന്നെ പലരും അത് ശ്രദ്ധയോടുകൂടി ഇരുന്നു. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഒരാൾ അവിടെ ഉണ്ടോ നോക്കട്ടെ. ഇല്ല, കേറിയിട്ടില്ല. സാർ ഒരു ഡൗട്ട് ചോദിച്ചോടെ? സാർ സാർ ഇന്ന് ഞാൻ ട്രേഡ് എടുത്തില്ല, പക്ഷെ ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ ഞാൻ അത് സ്ക്രീൻഷോട്ട് ഇടാൻ വിട്ടുപോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇന്ന് 2 ഓപ്പർച്യൂണിറ്റീസ് ആണ് കണ്ടത്. ഇപ്പൊ രാവിലെ ഓപ്പൺ ചെയ്തപ്പോ തന്നെ 22,400 അത് അവിടുന്ന് പിന്നെ അത് റിവേർട്ട് ആയതുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ വെച്ചൊരു ട്രേഡ് ഉണ്ടായിരുന്നു ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ. അത് വരാം സാറേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ നിഫ്റ്റിയുടെ ചാർട്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വരുമ്പോഴേക്കും നമുക്ക് ആ ട്രേഡിങ്ങിന്റെ ഒരു ഇതിലേക്ക് വരാം, ഡിസ്കഷനിലേക്ക് വരാം കേട്ടോ. ഓക്കെ ഓക്കെ ശരി സാറേ എനിക്ക് ഞാൻ ഇന്ന് സ്ക്രീൻഷോട്ട് അയച്ചതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു റെസിസ്റ്റൻസ് ആയിരിക്കുമല്ലോ നമ്മളെ ടാർഗറ്റ് ഫിക്സ് ചെയ്യാറ്. അപ്പം എന്റെ ക്യാൻഡില് റിവേഴ്സ് ആയ സമയത്താണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിരുന്നോ അല്ലയോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ആ ചാർട്ടിന്റെ, അതായത് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിന്റെ ചാർട്ടിന്റെ സ്ക്രീൻഷോട്ട് വരെ ഞാൻ ഇട്ടതിന്റെ കാരണം അതാണ്. കാരണം അത് എവിടെ നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോഴേക്ക് ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ട് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ആ സമയത്ത് ഒന്നുകൂടെ ചോദിച്ചാൽ മതി കേട്ടോ. ചോദിക്കാം സാർ. ഓക്കെ ശരി. അപ്പോ ഞാൻ നോക്കിയത് റഹീഷ് ഡോക്ടർ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് നോക്കിയിരുന്നത്. കേറിയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോ റഹീഷ് ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് ആ പറയുന്നത് അവിടെ നിർത്താം. അപ്പോ പറഞ്ഞു തന്നെ എന്താണ്, ഈ മാറ്റം പിന്നോട്ട് പോകാനുള്ളതാകരുത്. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് ആക്റ്റീവായിട്ട് വന്നിറങ്ങുമ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ 100 കണക്കിന് സ്റ്റുഡൻസിനെ ഇത് പഠിപ്പിക്കാനുള്ള ഒരു ശേഷിയിലേക്ക് നമ്മൾ എത്തും. 100 കണക്കിന് സ്റ്റുഡൻസിനെ ഇത് പഠിപ്പിക്കാനുള്ള ശേഷിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തും. അപ്പൊ ചിന്തിച്ചു നോക്കുക, നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ അത്രയ്ക്കധികം ആ ഒരു കാര്യത്തില് വിദഗ്ധരായെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്നുള്ളത്. അപ്പോ സന്തോഷ് കുമാർ സാറ് ഹാൻഡ് റൈസ് ചെയ്ത്, ഇവിടെ ഹാൻഡ് റൈസിന്റെ പ്രശ്നം എടുക്കുന്നില്ല. എപ്പോ വേണമെങ്കിലും മൈക്ക് ഓൺ ആക്കുക, സംസാരിച്ച് കഴിയുമ്പോൾ മൈക്ക് മ്യൂട്ട് ചെയ്താൽ മതി. കാരണം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അധികം വരാതിരിക്കാൻ വേണ്ടി മാത്രം. ഹാൻഡ് റൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സന്തോഷ് കുമാർ ജി കൊല്ലം, ഹാൻഡ് റൈസ് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് വേണേലും മൈക്ക് ഓൺ ആക്കി സംസാരിക്കാം. റൈറ്റ്. അപ്പോ ഇന്നലത്തെ കാര്യങ്ങള് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതായത് നിങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള ആക്ടിവിറ്റീസിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസം മാർക്കറ്റിന്റെ മുമ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഫീൽ ചെയ്തിരുന്നോ? അല്ലെങ്കിൽ കുറച്ച് മെച്ചപ്പെടുത്തലാകാം, അതല്ലെങ്കിൽ ഇത് ശരിയായില്ല എന്നതാകാം. എന്തെങ്കിലും അത്തരം മാറ്റങ്ങൾ ഫീൽ ചെയ്തിരുന്നോ? ഉണ്ടെങ്കിൽ എന്താണെന്ന് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വരണം. ആരൊക്കെയാ വരുന്നത്? ഞാൻ പറയാം സാറേ. യെസ് സർ. ഇന്ന് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എൻട്രിയിലാണ് നമ്മൾ പോയിന്റ് എടുത്തത്. ട്രേഡ് എടുത്തത് കറക്റ്റ് എൻട്രിയിലാണ്. ഓരോ 15 മിനിറ്റ്സ് ഇട്ട് നോക്കുമ്പോൾ എവിടെയാണ് എൻട്രി കിട്ടിയ ആ എൻട്രി പോയിന്റിൽ എടുത്ത്. പക്ഷെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ കുറെ കുടമാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ കൺഫ്യൂഷനായി, കിട്ടിയത് കളയണ്ടല്ലോ അല്ലെങ്കിൽ ബാഡ് റിമാർക്ക് ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എക്സിറ്റ് ചെയ്ത് പോയി. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ നിഫ്റ്റിയിൽ മേലോട്ട് കയറി പോയി കഴിഞ്ഞ് ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പുട്ടിന് സാധ്യത വന്നു. അപ്പൊ അവിടെ ഒരു പുട്ടെടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നമ്മളിട്ട് കുറെ കളിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി ഒരു ടൈപ്പ് 3 മാർക്കറ്റിലേക്ക് തന്നെ വന്നു. ഒരു റേഞ്ച് ബൗണ്ടഡ് ആയിട്ട് മാത്രമായിട്ട് വന്നു. അവസാനം ഗതികെട്ട് കീഴടങ്ങി അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. പക്ഷെ എക്സിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സാധനം കീഴ്പോട്ട് പോന്നു. സാറേ, അതെനിക്ക് കുറച്ച് മുമ്പ് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുള്ളൂ എന്ന് പറഞ്ഞ തെറ്റാണ്. 2 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. കറക്റ്റ് ആണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചാർട്ട് കാണുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. കാരണം ഡേവിഡ് സാർ എക്സിറ്റ് ചെയ്തത് അബദ്ധമായി പോയത് ഞാനും പറഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് നിഫ്റ്റിയുടെ ഇതിലേക്ക് വരുമ്പോ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞോട്ടോ. ഞാൻ
റെസ്പോണ്ട് ചെയ്യാത്തത്. യെസ് സർ, യെസ് സർ, യെസ് സർ. നമുക്ക് അങ്ങോട്ട് വരാം, നിഫ്റ്റിയിലേക്ക് വരാം. നിഫ്റ്റിയിലേക്ക് സാറേ വരുവാണെങ്കിൽ എനിക്ക് പറയാനുണ്ട് സാർ. തീർച്ചയായിട്ടും, തീർച്ചയായും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. യെസ് സർ, ജോസഫ് സാർ, എല്ലാവരും. എനിക്ക് ഇഷ്ടമനുസരിച്ച് ഒരു ട്രേഡ് എടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. കാരണം ആ കറക്റ്റ് ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ എടുത്തു. അതുപോലെ തന്നെ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തു. അതെനിക്ക് ഒരു വലിയൊരു പാഠമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. അത് തന്നെ ഞാൻ കണ്ടിന്യൂ ഫോളോ ചെയ്യാനും ആഗ്രഹിക്കുന്നു. അതാണ് എനിക്കുണ്ടായ ഒരു മാറ്റം. സന്തോഷം സാർ, വളരെ സന്തോഷം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാറ്റം അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ അത് സംഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എന്താ പറയുന്നത്, വളരെയധികം ഇൻട്രസ്റ്റഡ് ആവും. നമ്മൾ അതിനകത്ത് തന്നെ ആ മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം വലിയൊരു ഉത്തേജനമായിരുന്നു സാറേ. അതാണ് പ്രധാനം. നമ്മൾ ട്രേഡ് എടുത്തതോ ട്രേഡിനകത്തെ തെറ്റുകളോ ശരിയേക്കാൾ പ്രധാനം ഒരു ഉത്തേജനമായിരുന്നു ആ സാറിന്റെ ഈ പ്ലാൻ. ഞാൻ വളരെ പുറകോട്ട് നിൽക്കുകയായിരുന്നു. ശരിക്കും ഞാനിപ്പോ ആ ലൈനിലോട്ട് കയറി. സന്തോഷം, വളരെ സന്തോഷം. സാറേ ആ സിസ്റ്റം കീപ്പ് ചെയ്തിട്ടേ ട്രേഡ് ആ ട്രേഡ് ഞാൻ എടുത്തുകൊണ്ട് എനിക്ക് ലോസാ. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സാർ പറഞ്ഞല്ലോ, നമ്മള് ഒരു ടാർഗറ്റും വേണം, നമ്മള് സ്റ്റോപ്പ് ലോസ്. അപ്പൊ ഞാൻ സ്റ്റോപ്പ് ലോസ് ഇച്ചിരി കൂടുതലായിരുന്നു. അതുകൊണ്ടാട്ടോ എനിക്ക് വന്നത്. ഈ പറഞ്ഞ ചെറിയ ലാഭം എടുത്തിട്ടാണ് എനിക്ക് പിരിയായിരുന്നു. ഞാനത് 22,448 ഒരു റെസിസ്റ്റൻസ് ആയിരുന്നല്ലോ, 450 ആ റേഞ്ച്. അത് ബ്രേക്ക് ചെയ്തപ്പോ ഞാനൊരു ഇതെടുത്തു. അതായത് 22,550 ഒരു സി എടുത്തു. അത് 22,545 ഞാൻ ടാർഗറ്റ് ഫിക്സ് ചെയ്ത്. 22,410 ഞാൻ സ്റ്റോപ്പ് ലോസും ചെയ്തത്. ആ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയപ്പോഴാണ് ഞാൻ അത് എക്സിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതെനിക്ക് 1000 രൂപ പോയി, അത് വേറെ. പക്ഷെ ആ സിസ്റ്റം അനുസരിച്ച് അത് ഈ സിസ്റ്റത്തിന് അതിൽ വയലേഷൻ ഉണ്ടോ സാറെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. ചാർട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ അത് കൃത്യമായിട്ട് നമുക്കതൊന്ന് ഡിസ്കഷനിൽ കൊണ്ടുവരാം. പക്ഷെ ഇന്നത്തെ സ്ക്രീൻഷോട്ടിലൊക്കെ കാണുമ്പോഴേ സാറേ എല്ലാവരും BPL നിന്ന് APL ആയി. ലാസ്റ്റ് റേഷൻ കാർഡിൽ തന്നെ പുറത്താക്കോ? അത് അതായത് പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, എന്തൊക്കെയോ മാറ്റം ഫീൽ ചെയ്യുന്നു പലർക്കും. എല്ലാവരുടെ കാര്യം പറയുന്നില്ല, പക്ഷെ പലർക്കും എന്തൊക്കെയോ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ചിലർ ഇപ്പോഴും മറ്റേ ഏതൊരു സിനിമയിൽ ഇന്നസെന്റ് നിൽക്കുന്ന പോലെ നിൽക്കുന്നു. മക്കള് പിടിച്ച് എന്നെയൊക്കെ മാറ്റി കാണിക്കും, എന്നെ നന്നാക്കുന്നുള്ള മറ്റുള്ള ഇന്നസെന്റ്. ഏതോ മിന്നാര സിനിമ, മിഥുന സിനിമയിൽ ഇന്നസെന്റ് നിൽക്കുന്ന ഒരു നിൽപ്പുണ്ടല്ലോ. ഇപ്പോഴത്തെ കുറെ ഒരു ട്രോളിങ്ങിനൊക്കെ വകയുള്ള ഒപ്പിട്ടിട്ട് പോയാൽ മതി. ആ അവസ്ഥയിൽ കുറച്ചുപേര് നിൽക്കുന്നുണ്ട്. പക്ഷെ കുറെ പേര് എന്നാൽ നമുക്ക് ഇതിനൊരു യാത്ര പോയിട്ട് വരാന്നുള്ള മട്ടിൽ നമ്മളോടൊപ്പം ഈ ഒരു സിസ്റ്റത്തിനോടൊപ്പം അല്ലെങ്കിൽ ഈ രീതിക്കൊപ്പം ഇറങ്ങിയിട്ടുണ്ട്. വളരെ സന്തോഷം. ഈ ഊർജം, ഈ എനർജി നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്താൽ മതി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് എത്തുന്നുള്ളതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ തന്നെ കുസൃതി കാണിക്കാനുള്ള ഒരു തോന്നൽ ഇന്ന് വന്നില്ല പലർക്കും. ഒരു പരീക്ഷണം നടത്താനുള്ള ഒരു തോന്നൽ വന്നില്ല പലർക്കും. സിസ്റ്റം അനുസരിച്ച് മാത്രം ട്രെയിൻ എടുക്കാൻ തോന്നുന്നുള്ളൂ. യെസ് സർ, പലർക്കും ആ ഒരു കുസൃതി കാണിക്കാനോ അതല്ലെങ്കിൽ നമുക്കിപ്പോ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്നുള്ള മൈൻഡ് പോലും പലർക്കും ഇന്നത്തെ ദിവസം വന്നിട്ടില്ല എന്നുള്ളത് ഒരു സന്തോഷം. പ്രത്യേകിച്ച് ഒരു ട്രേഡിലെങ്കിലും അത് കൃത്യമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് ട്രേഡ് എടുക്കുന്നു, എൻട്രി എടുക്കുന്നു തീരുമാനിച്ചത്. കാരണം ആ ഒരു പരീക്ഷണത്തിന് ആരും മുതിർന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ എന്റെ ചിന്ത അതൊരു പരീക്ഷണം തോന്നി സാർ, പക്ഷെ ഞാൻ അത് എഴുതി വെച്ചു, എടുത്തില്ല. പരീക്ഷണം എഴുതി വെച്ച് നമ്മുടെ ആ ഒരു ടെൻഷൻ അങ്ങ് തീർത്തു. പക്ഷെ കറക്റ്റ് ആയിരുന്നു സാർ, അത് ആ പരീക്ഷണം ഞാൻ വിചാരിച്ചത് കറക്റ്റ് ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഞാനൊന്ന് ചിന്തിക്കുകയായിരുന്നു, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ജാഗ്രതയോട് കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവുമോ, അതോ എന്തെങ്കിലും മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്? ഇന്നത്തെ അതേപോലത്തെ ജാഗ്രതയോട് കൂടി പോയി റിസൾട്ട് ഉണ്ടാവും സാർ. തീർച്ചയായിട്ടും 100% സാർ, 100% ഉറപ്പ്. ഇതിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ട്രേഡ് വളരെ സീരിയസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതാണ് അതിന്റെ റിസൾട്ട് ഉണ്ടായത്. ഇതിനിടയ്ക്ക് ഷിഹാബ് സാറിന്റെ സൗണ്ട് എവിടെ കേട്ട പോലെ തോന്നി. എവിടെയായിരുന്നു ഇത്രയും കാലം? കുറച്ചു കാലം
റമദാനിലൊന്നും ഞാൻ ട്രേഡിങ്ങിലില്ലായിരുന്നു, കുറച്ച് തിരക്കിലായിരുന്നു. ശരി സർ, ശരി 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 ശരി, ഓക്കെ ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ഒരു ഡിസിപ്ലിനോട് കൂടി, ജാഗ്രതയോട് കൂടി, സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമായി കഴിഞ്ഞു. അപ്പൊ ഇനി ഇതങ്ങ് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ലോസ് ലിമിറ്റ് ചെയ്യും, മാർക്കറ്റ് തരുന്നിടത്തോളം പ്രോഫിറ്റ് എടുക്കുകയും, ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ചുമ്മാ കാഴ്ചക്കാരനായിരിക്കുകയും ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുന്നു, അത് മാർക്കറ്റ് തരുന്നിടത്തോളം നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിപ്പോ താഴേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് എക്സിറ്റ് ചെയ്യേണ്ട സമയത്ത് എക്സിറ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യും. ഇന്നത്തെ ആ ഒരു മാർക്കറ്റിന്റെ മുകളിലേക്കുള്ള, നിഫ്റ്റിയുടെ മുകളിലേക്കുള്ള മൂവ്മെന്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 റെഡ് ക്യാൻഡിൽ വന്നെങ്കിൽ പോലും നമുക്കറിയാം അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ മാർക്കറ്റ് മുകളിലേക്ക് കയറുകയാണ് ചെയ്തത്. അപ്പൊ പലപ്പോഴും ആ 2-3 ഗ്രീൻ ക്യാൻഡിൽ അടുപ്പിച്ച് കണ്ടപ്പോൾ റെഡ് ക്യാൻഡിൽ അടുപ്പിച്ച് കണ്ടപ്പോൾ എക്സിറ്റ് ചെയ്തവരാണ് പലരും. പക്ഷെ അതും കഴിഞ്ഞ് മാർക്കറ്റ് മുകളിലേക്ക് പോയി സിസ്റ്റത്തിനനുസരിച്ച് കുറച്ചുകൂടെ ഒരു മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റ് മാർക്കറ്റ് തന്നതാണ്. അപ്പോ അതൊക്കെ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നിടത്തോളം അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യുകയും ഹോൾഡ് ചെയ്യുകയും ചെയ്യാനും, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കാനും ആ ഒരു ശീലം കൂടെ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതോടുകൂടി മറ്റൊരു കാര്യത്തിലേക്കും കൂടെ നമ്മൾ കടന്നു വെച്ചെല്ലാം, അതായത് ഇമോഷൻസ് ഇല്ലാതെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ. അതായത് റിവെഞ്ച് ട്രേഡുകളാവാം, അതല്ലെങ്കിൽ ലോസ് വന്ന്, അങ്ങനത്തെ എന്ത് പേരിലാണെങ്കിലും ഇമോഷൻസ് ഇല്ലാതെ ഇന്റലിജൻസ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിലേക്കും കൂടെ നമ്മൾ കടക്കേണ്ടതുണ്ട്. ഇത് രണ്ടും നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്കൊരു ഒരു ട്രാക്കിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യാത്ര കുറച്ചും കൂടെ ഈസി ആയിരിക്കുന്ന ഒരു തോന്നൽ വരുന്നുണ്ട്. യാത്ര കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതായത് ഈ എന്നും പണ്ടും ഇല്ലാത്ത, മുമ്പ് ഇനിയും കണ്ടില്ലാത്ത രീതിയിലുള്ള ഒരു എനർജിയാണ് പലരിലും കണ്ടത്. മുമ്പ് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ പല നോട്ട്ബുക്കിലും പേജിലൊക്കെ എഴുതി മറ്റേ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയും അതുപോലെ തന്നെ ട്രേഡിന്റെ കണ്ട ഓപ്പർച്യൂണിറ്റി ഒക്കെ. ഈ എന്താ പറഞ്ഞത്, ആയ കാലത്ത് ലവ് ലെറ്റർ എഴുതാൻ പോലും ഇത്രയും സമയം എടുത്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുത്തിയിരുന്ന് നമ്മളൊക്കെ എക്സലില് വർക്ക്ഔട്ട് ചെയ്തിട്ട് ആ ഷീറ്റ് അയച്ചു സാറിന്. കൃത്യമായിട്ട് കോളങ്ങളെല്ലാം ഇൻസർട്ട് ചെയ്ത്, അതായത് ഏതൊക്കെയാ കോളം കുറച്ച് സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തു. ഇപ്പൊ എഴുതാനാണെങ്കിലും എക്സൽ ഷീറ്റിലാണെങ്കിലും മറ്റു കാര്യങ്ങൾ. അപ്പോ ആ ഒരു മാറ്റം തന്നെ വലിയ നല്ലതാണ്, വലിയ സന്തോഷം തരുന്നതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രയത്നിക്കാനായിട്ട് തയ്യാറായി തുടങ്ങി എന്നുള്ള മാറ്റം തന്നെ വലിയ സന്തോഷം തരുന്ന ഒരു മാറ്റമാണ്. അപ്പോ ഈ എനർജി ഇനി നമ്മൾ അങ്ങോട്ട് കളയരുത്, ഈ എനർജി നമ്മൾ ഇങ്ങോട്ട് കളയരുത്. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയും നമ്മുടെ മുഖ്യധാരയിലേക്ക് വരാൻ, മുന്നോട്ട് വരാൻ ഒത്തിരി ആളുകൾ ബാക്കിയിരിക്കുന്നുണ്ട്. ഈ ചെയ്തവരുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഇപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പൊ ഒരു 5-10 പേരാണെങ്കിലും സംസാരിച്ചു, ആ സംസാരിച്ചവരുടെ മൈൻഡിലെ സന്തോഷവും എനർജിയൊക്കെ സാധാരണഗതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന സാധനമല്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയുടെ ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ഒരു സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടുള്ള ഭാവത്തോട് കൂടിയുള്ള സംസാരങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ ഇത് പ്രോഫിറ്റോ ലോസോ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളിപ്പോ ശരിയായ പാതയിലാണെന്നുള്ള ഒരു വിശ്വാസം പലർക്കും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു സംശയം വേണ്ട, ഇനി ആ പാതയിൽ നിന്നും ഞാൻ പുറകോട്ട് വരില്ല. അത് മാത്രല്ല, അടുത്ത ജസ്റ്റ് ഒരു പരീക്ഷണം ഒരു 2-3 ആഴ്ചത്തേക്ക് നടത്താൻ പോവാണ്. പരീക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് മാർക്കറ്റ് അനാലിസിസ് സെഷനിൽ ഇനി നമ്മൾ ഒരു ചെറിയ മാറ്റം വരുത്താൻ പോകും. ലൈവ് മാർക്കറ്റ് അനാലിസിസ് സെഷൻ, അതായത് നാളെ നടക്കുന്ന ലൈവ് മാർക്കറ്റ് അനാലിസിസ് സെഷൻ നാളെ നടക്കുന്ന ലൈവ് മാർക്കറ്റ് അനാലിസിസ് സെഷൻ മുതൽ ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മാറ്റം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കുന്നു. ഞാനും ഒന്ന് ശ്രമിക്കാൻ അച്ഛനെ കൂട്ടെ എനിക്ക് പറയാനോടാ ആവശ്യങ്ങളാണ് അച്ഛനോട് പറഞ്ഞു. ഇത് അവിടെ തമാശ കളിക്കുന്നത്. അപ്പോ ലൈവ് സെഷനിൽ പോലും ചെറിയൊരു മാറ്റത്തിനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അത് എത്രത്തോളം നടക്കും അല്ലെങ്കിൽ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. രഘു സാറെ 4ാമത്തെ പ്രാവശ്യം സാറിന്റെ മൈക്ക് ഞാൻ മ്യൂട്ട് ചെയ്യുന്നത്. അപ്പോ സാറ് ആവശ്യമുണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക, അതല്ലെങ്കിൽ എന്തോ പറ്റിയതാ. ഓക്കെ അച്ഛനും മോനും തമ്മിൽ സംസാരിക്കുന്നത് ഞങ്ങളൊക്കെ കേൾക്കുന്നു.
ലാപ്പ് കംപ്ലൈന്റ് ആണ്. അപ്പൊ ഞാൻ ഇന്നലെ ട്രേഡ് ചെയ്ത് മൊബൈലിൽ നോക്കി ട്രേഡ് ചെയ്തിട്ട് ലോസ് ആണ്. ആ. ഇന്ന് രാവിലെ എനിക്ക് നല്ലൊരു ചാൻസ് തോന്നിയില്ല. ഇനി മൊബൈൽ നോക്കണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാറേ ലാപ്പിൽ നോക്കിയിട്ടേ നമ്മൾ മൊബൈൽ നോക്കി ട്രേഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇനി പിന്നെ ഇതിങ്ങനെ കുറച്ചു കാലം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും ലാപ്പ് എടുക്കണവരെ. അപ്പൊ അതിലെന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാണോന്ന് അറിയുന്നത്. കാരണം എനിക്കൊരു സത്യം, ഞാൻ ലാപ്പിൽ ഇത്രയും കാലം നോക്കിയിട്ട് ട്രേഡ് എടുത്തിട്ട് ഇനി മൊബൈലിൽ നോക്കുമ്പോൾ ലോസ് ആവുമെന്നൊരു പേടി. അത് പേടിയല്ല, ഫാസ്റ്റ് കണ്ടീഷനിങ് എന്ന് ടോം സാർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ മൈൻഡിനെ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ചെറിയൊരു കംഫർട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അത് കൃത്യമായിട്ട് ആ രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ മൈൻഡിനുള്ള ആ ഒരു ഡിസ്കംഫർട്ട് നമ്മുടെ ട്രേഡിനൊക്കെ ലോസിൽ കൊണ്ടെത്തിക്കുന്ന നമ്മുടെ മൈൻഡ് സെറ്റിന്റെ ഒരു പ്രശ്നം തന്നെയാണത്. അത് ഒന്ന് ഓവർകം ചെയ്യണം. അത് ഞാനിപ്പോ വിളിക്കാൻ പറയുന്നത് എനിക്കത് എത്രത്തോളം സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മുടെ 28-ാം തീയതി മീറ്റ് കഴിയുന്നവരെ നല്ല തിരക്കിലാണ്. അപ്പോ എനിക്ക് തോന്നുന്നു അരുൺ രാജ് സാർ ആണോ ഇത് സംസാരിക്കുന്നത് ഒരു സംശയം. ഞാൻ തന്നെയാണ് സാറേ, അരുൺ രാജ് സാറാണ്. ആണെങ്കിൽ സാർ ഒന്ന് സ്വയം പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് സെറ്റില് ഒരു വലിയൊരു സാധനം കുരുങ്ങിക്കിടപ്പുണ്ട്. എനിക്ക് ലോസ് ഉണ്ടാകാനുള്ളതാണ്, എനിക്ക് ലോസ് വന്നേ തീരൂ എന്നൊരു സാധനം കുരുങ്ങിക്കിടപ്പുണ്ട്. ഇത് ഇന്നത്തെയും സംസാരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ്. ഇന്നലെയും സംസാരിച്ചു, ഇന്നും സാർ ഇതേ കാര്യം തന്നെ പറഞ്ഞു. അപ്പോ അവിടെ കിട്ടിയ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോസിനെ പറ്റിയാണ് ഇന്നലെയും ഇന്നും ഡിസ്കസ് ചെയ്തത്. അത് ആകെ റീസൺ പറഞ്ഞത് എനിക്ക് ലാപ്ടോപ്പ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കൃത്യം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ടാബോ മൊബൈലോ ഒന്നുമല്ല, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ആ ടൂള് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുന്നത്, പച്ചക്കറി അരിയാൻ നമുക്ക് ഏത് ടൈപ്പിലുള്ള കത്തി വേണേലും ഉപയോഗിക്കാം. ചെറിയ കത്തിയോ നല്ല കത്തിയോ വലിയ കത്തിയോ ഇനിയിപ്പോ വടിവാളാണെങ്കിൽ പോലും ഉപയോഗിച്ചിട്ട് പച്ചക്കറി അരിയാന്ന് പറഞ്ഞ പോലെ അത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ്. പക്ഷെ അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നു. അപ്പൊ അവിടെ സാറിനെ സംബന്ധിച്ചുള്ള മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടാണോ എന്ന് അറിയില്ല എന്ന് രണ്ടാമത്തെ പ്രാവശ്യം ഇന്നലെ ഇന്ന് ഉൾപ്പെടെ പറയുന്നത്, 2-ോ 3-ാമത്തെ പ്രാവശ്യം കണ്ട് പറയുന്നത്. അപ്പോ അവിടെയൊക്കെ സാറ് ഫോക്കസ് ചെയ്യുന്ന പ്രധാന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സാഹചര്യക്കുറവിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. എന്റെ എന്താ സാറിന് തന്നെ സാഹചര്യക്കുറവിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അത് പിഴുത് കളയണം. അത് പിഴുത് കളയാൻ കുറച്ചു നേരം സംസാരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അത് ചൊവ്വാഴ്ച കഴിഞ്ഞിട്ട് സാധ്യമാവുള്ളൂ. കാരണം തിങ്കളാഴ്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിങ്ങിലുണ്ട്, ചൊവ്വാഴ്ച നമുക്ക് ലൈവ് സെഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ എനിക്ക് അതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോ അതുവരെ എന്റെ അഭിപ്രായത്തിൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം സംസാരിച്ച് തീരുന്നത് വരെ, മൈൻഡിൽ കിടക്കുന്ന ഒരു സാധനം പുറത്ത് കളയുന്നത് വരെ ട്രേഡ് ചെയ്യാതിരിക്കുക. കാരണം സാർ തന്നെ ചിന്തിച്ചു നോക്കുക, ഞാനിപ്പോ പറഞ്ഞ കാര്യം, അതായത് 2-ാമത്തെ ദിവസവും മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാന്നും ഞാൻ ട്രേഡ് ചെയ്തിട്ട് ലോസ് വന്നു അത് പറഞ്ഞതിലുള്ള മിസ്റ്റേക്ക് അല്ല ഞാൻ കണ്ടത്. പക്ഷെ അത് 2-ാമത്തെ കാര്യം എന്റെ ലാപ്ടോപ്പിന്റെ പ്രശ്നം കൊണ്ടാണോ എന്നാണ് ചോദ്യം വന്നത്. അതായത് എന്റെ ടൂള് ശരിയല്ലേ, അല്ലെങ്കിൽ അതായത് വേറൊന്നല്ല വന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിന്റെ മിസ്റ്റേക്ക് കൊണ്ട്, അതല്ലാതെ എന്റെ മിസ്റ്റേക്ക് ആണെന്നല്ല അവിടെ സമ്മതിക്കപ്പെടുന്നത്. അപ്പോ നമുക്ക് ഇച്ചിരി പണിയെടുക്കാനുണ്ട് അകത്ത്. അത് കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യാം. 2-ഓ 3-ഓ 4-ഓ ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ എന്തായാലും നാളെ മറ്റന്നാളോ മാർക്കറ്റ് ഉള്ളത് കഴിഞ്ഞ് തിങ്കളാഴ്ച 3 മാർക്കറ്റ് ഡേയ്സ് ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക കേട്ടോ. ഓക്കെ സാർ, ഓക്കെ, തീർച്ചയായും. നമ്മളിപ്പോ എവിടെ നിർത്തിയത്? ഇനി ഐഡിയ ലൈവ് മാർക്കറ്റിൽ ചേഞ്ച്. യെസ്, താങ്ക് യു സാർ. എന്റെ കിളി പെട്ടെന്ന് പോയതാണ്, ആ കിളി ഇപ്പൊ തിരിച്ചു വന്നു. അതായത് ലൈവ് മാർക്കറ്റില് മാർക്കറ്റ് അനാലിസിസിൽ ഒരു ചെറിയ ചേഞ്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ആ ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് കൃത്യമായിട്ട് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കുറച്ചും കൂടെ ലൈവ് മാർക്കറ്റിൽ സീരിയസ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജാഗരൂകരായിട്ട് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നാളെ മുതൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് മാർക്കറ്റിനോടുള്ള സമീപനം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ലൈവ് സെഷൻ. അത് ഒരു ദിവസം സാറ് തുടങ്ങിയതായിരുന്നു അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട്, എവിടെ എൻട്രിക്ക് സാധ്യതയുണ്ടോ, എന്തുകൊണ്ട് വൈ അല്ലെങ്കിൽ വൈ നോട്ട്. ഒരു ദിവസം ഉണ്ടായിരുന്നു അങ്ങനെ, ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞ് ഞാൻ തന്നെ പുറകോട്ട് പോയതല്ലേ? എങ്ങനെയാ എനിക്കറിയില്ല. അത് മാറില്ലല്ലോ. അത് ഷാഹിദ മാമിനോടാണ് ചോദിച്ചിരുന്നത് ആ ചോദ്യം. ആരും റെസ്പോണ്ട് ചെയ്ത് കാണത്തില്ല. അല്ല, ഷാഹിദ മാമിനോട് ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞു, ഓക്കെ അടിച്ചു. പിന്നെ അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല ആരും. അതായത് മറന്നുപോയാലും ഓർമ്മിപ്പിക്കാൻ ആളില്ലാതെ മനസ്സിലായോ ബോസ്കോ സാറേ?
അപ്പോ നമുക്ക് ആ ശൈലിയിലേക്ക് ഒന്ന് മരിച്ചാം. കാരണം ഇപ്പൊ നമ്മുടെ അപ്രോച്ച് സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ജാഗരൂകരായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള മാറ്റം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ലൈവ് മാർക്കറ്റ് അനാലിസിസിലും കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻസും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റികളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് കുറച്ചും കൂടെ കൂട്ടാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ നമുക്കത്. അപ്പൊ ആ ഒരു മാറ്റം നമുക്ക് ലൈവ് സെഷൻസിൽ കൊണ്ടുവരാം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളിപ്പോ പലരും സമ്മതിച്ചു കഴിഞ്ഞു, പലരും പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു മാറ്റം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോ ഇതിൽ നിന്നും പിന്മാറുന്നത് ഈ പറഞ്ഞ ജാഗരൂകരായിട്ടിരിക്കണം. വളരെ തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലേ ട്രേഡ് എടുക്കൂ എന്ന് ഉറപ്പിക്കണം. കാരണം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള വഴി നോക്കണം. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലേ ട്രേഡ് എടുക്കുള്ളൂ. ഇപ്പൊ ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും മാർക്കറ്റ് പോലെ വലിയൊരു ഗ്യാപ്പ് ഒക്കെ ഓപ്പൺ ചെയ്തു, ആദ്യത്തെ ഒരു ഒറ്റ ക്യാൻഡിൽ കൊണ്ട് തന്നെ വലിയ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ട്രേഡ് എടുക്കുന്നില്ല, മാറി നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോ ഇന്നത്തെ ദിവസത്തെ പോലെ തന്നെ 2 ഓപ്പർച്യൂണിറ്റി ഇന്ന് മാർക്കറ്റിൽ കിട്ടി. അതുപോലത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമ്മൾ അത്ര ദിവസം മാത്രം ആ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കേണ്ട രീതിയിലേക്ക് നമുക്ക് അടുത്ത ദിവസം മുതൽ പ്ലാൻ ചെയ്യാം എന്നുള്ളത് നോക്കുന്നു. ഓക്കെ, ഇത്ര ഓക്കെ ആണല്ലോ. അപ്പോ ഇനി എനിക്ക് നിങ്ങളോടൊരു അഭിപ്രായം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിൽ എന്തെങ്കിലും ടോപ്പിക്കുകൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ? മൊത്തം സൈലന്റ് ആയല്ലോ. അല്ല, ഈ ടാസ്ക് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ടാസ്ക് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല സാറേ. കാരണം ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാസ്ക് ഉള്ള ദിവസങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിലും ആ ടാസ്കിലായിരിക്കും എല്ലാവരും ശ്രദ്ധ കൊടുക്കുന്നത്. ഇപ്പോ എക്സാമ്പിള് ബോസ്കോ സാർ ആണെങ്കിൽ പോലും ഒരു 3-4 ട്രേഡ് ഒക്കെ ഒരേ സമയം എടുത്ത് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെ ഏതെങ്കിലും 2-3 സ്റ്റോക്കിലൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അത് ഹോൾഡ് ചെയ്യുന്ന ആളാണ്, അല്ലെ? പക്ഷേ ഈ ടാസ്ക് വരുമ്പോൾ ആ സമയം ആ ടാസ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രോത്തിനുള്ള സാധ്യത ഇല്ലാതെ. അപ്പൊ എക്സിറ്റ് ചെയ്യുന്നവരെ വേറെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അതിൽ തന്നെയാണ് വൈകുന്നേരം ക്ലാസ്സിൽ നാളം കിടന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിപ്പോ തന്നെ കൂടി. സത്യം. പിന്നെ അത് മാത്രല്ല, ആ ടാസ്ക് സക്സസ് ആക്കാന്നുള്ളൊരു ഐഡിയ കൂടി ഉണ്ട്. അവിടെ ആയിരുന്നു എല്ലാവരും അലർട്ട് ആയത്, എങ്ങനെയും മൈനസ് ആക്കാതെ പ്ലസ് ആക്കാന്നുള്ളത്. നമ്മുടെ എല്ലാം കൂടെ പ്രയത്നം കൊണ്ടാണ് ഇന്ന് നിഫ്റ്റി കയറിപ്പോയത്. അതെ അതെ, അതുകൊണ്ടാണ് അവസാനം അടി അടിച്ചിട്ട്. ഇന്ന് ബോസ്കോ സാറാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ല, ഇന്ന് നമുക്ക് ഓരോരുത്തർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിളിക്കാം. കാരണം ഞാൻ ആരെയും പേര് ഇന്ന് പറയുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വൈകുന്നേരം വരെ അതിന്റെ മുന്നിൽ തന്നെ ജാഗരൂകതയോടിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു ചാൻസ് കൊടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് മാത്രമല്ല, ചെറിയ മിസ്റ്റേക്കുകൾ അത് അറിഞ്ഞോ അറിയാതെയോ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. കാരണം പല സ്ക്രീൻഷോട്ടുകൾ വന്നതും പല സ്ട്രൈക്ക് പ്രൈസുകളാണ്. ഒരേ സ്ട്രൈക്ക് പ്രൈസിലുള്ളതല്ല വന്നിരിക്കുന്നത്. ഇൻ ദ മണി ഉണ്ട്, അറ്റ് ദ മണി ഉണ്ട്, ഔട്ട് ഓഫ് ദ മണി ഉണ്ട്. എല്ലാ സ്ട്രൈക്ക് പ്രൈസുകളുടെയും ട്രേഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ലോട്ട് എടുത്തവരുണ്ട്, 2 ലോട്ട് എടുത്തവരുണ്ട്, 32 ലോട്ട് എടുത്തവരൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. 1 ലോട്ട് എടുക്കാൻ പറഞ്ഞു. ഈ സിലബസിലെ ഒരു ദിവസം ആ MCX ഒന്ന് ഉൾപ്പെടുത്താൻ പറ്റും, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട്. കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഈ സിലബസിൽ അത് എന്താണ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ് ഉൾപ്പെടുത്തേണ്ടത്? അല്ല, ഒരു ജനറൽ ഐഡിയ, അതിന്റെ പ്രോഡക്റ്റ് എന്താണ്, അതിന്റെ ബേസിക്കലി നമുക്ക് ഉൾപ്പെടുത്താം. കാരണം അത് ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഒരു ഭാഗത്ത് വരുന്ന MCX എന്ന് വരുമ്പോൾ അത് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഡോക്ടറോട് പറയാം. ഇന്നത്തെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഒന്നുകൂടി പറയുന്നത്. ഈ ഇക്വിറ്റിയിലെ ഇൻട്രാഡേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോക്ക് സെലക്ഷൻ നമ്മളിപ്പോ ഓൾ ടൈം ഹൈ ആണല്ലോ ലോങ് ടൈം ഇൻവെസ്റ്റിനും സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇൻട്രാഡേ ഓൾ ടൈം ഹൈ അല്ല നമ്മള് അത് നമ്മുടെ ഓൾ ടൈം ഹൈ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 1:5 റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടാനുള്ള സാധ്യതയുള്ള ട്രേഡുകളാണെന്നുള്ളൂ. അതല്ലാതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ആ പോർട്ട്ഫോളിയോയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ HDFC ബാങ്ക് എടുത്തത് എവിടുന്ന? ഓൾ ടൈം ഹൈ എന്നാണോ? അല്ല, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെയാണ്
അതിന് ഓൾ ടൈം ഹൈ ഓക്കെ ഓക്കെ ആവണമെന്നില്ല. ഇൻട്രാഡേയിൽ ടൈപ്പ് 3 നമ്മൾ ഫോക്കസ് ചെയ്യില്ല എന്നുള്ളൂ. ടൈപ്പ് 3 മാർക്കറ്റിൽ നമ്മൾ മാറി നിൽക്കും. അതല്ലാത്ത ഓക്കെ ഇഷ്ടംപോലെ ഓക്കെ ഉണ്ട്. ഇനിയിപ്പോ എയർടെൽ വരുന്നുണ്ട്, നമ്മുടെ എന്തോ HAL ഉണ്ട്, അതുപോലെ കുറെ സ്റ്റോക്കുകളിൽ ഇൻട്രാഡേ ഓപ്ഷൻസ് ഓപ്ഷൻസ് അല്ല, ഇൻട്രാഡേ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ വരും, ഇഷ്ടംപോലെ വരും. അതിലിപ്പോ എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ സാറേ, ഇപ്പൊ കാലത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻട്രാഡേ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, ആ കാലത്ത് വരുന്ന ഒരു ആ സ്പീഡാണ്. അപ്പൊ നമുക്ക് ഈ സ്റ്റോക്ക് ഏതൊക്കെയാ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്ന് നമ്മൾ നോക്കുമ്പോഴത്തേനും ഏകദേശം അരമണിക്കൂർ അതെ, കഴിയും. ആ ഹോംവർക്ക് ഒരിക്കലും രാവിലെ അല്ല ചെയ്യേണ്ടത്. യെസ് ഇൻട്രാഡേ യെസ് ഇക്വിറ്റിയിൽ ചെയ്യേണ്ട ആൾക്കാർ തലേ ദിവസം കിടക്കുന്നതിന് മുമ്പേ നാളത്തേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 or 6 സ്റ്റോക്കുകൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അത് വാച്ച് ലിസ്റ്റിലാക്കി വെക്കണം. അത് മാത്രമേ രാവിലെ മോണിറ്റർ ചെയ്യാവൂ, നോക്കാം. നോക്കാവുള്ളൂ, ട്രേഡ് എടുക്കാവുള്ളൂ. അല്ലാതെ ഈ ടോപ്പ് ഇതിൽ വരുന്നത് നോക്കരുത് അല്ലേ സാർ? അതിനൊരു അപകടം കൂടെ ഉണ്ട് സാർ. അതായത് ടോപ്പ് ഗെയിനേഴ്സ് ടോപ്പ് ലൂസേഴ്സ് എന്നുള്ള കാര്യം നോക്കുമ്പോൾ ആ സാറേ നിമിഷം അതിനെനിക്കൊരു സംശയം സാറേ, അതിനൊരു സംശയം. നമ്മൾ തലേദിവസേ ചിലപ്പോ അത് കേറിയായിരിക്കും, ചിലത് ഇറങ്ങിയായിരിക്കും. അതെങ്ങനെ സാറേ നമ്മൾ കൃത്യമായിട്ട് പിറ്റേ ദിവസം അല്ലേ അതിന്റെ മൂവ്മെന്റ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ? അല്ല, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ എന്താ അറിയോ, ഇപ്പൊ HAL നോക്കുക, എയർടെൽ നോക്കുക, അങ്ങനെ ഏതൊക്കെയോ സ്റ്റോക്കുകളുണ്ട്. ആക്സിസ് ബാങ്ക് ഇൻഫോസിസ് വരാൻ പോകുന്നു, ഹിന്ദുസ്ഥാൻ യൂണിലിവർ വരാൻ പോകുന്നു, ഇങ്ങനെ പല സ്റ്റോക്കുകളും വരാൻ പോകുന്നു ഓപ്പർച്യൂണിറ്റി. അപ്പോ ഇതിൽ ഏതാണ് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നതും ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ള 5-6 സ്റ്റോക്കിന്റെ ലിസ്റ്റ് എടുക്കുക. ഓക്കെ, ഈ ലിസ്റ്റിലുള്ളത് മാത്രം പിറ്റേ ദിവസം മോണിറ്റർ ചെയ്താൽ മതി. അതെല്ലാം എടുക്കണം എന്നല്ല പറയുന്നത്. അതിന് ബ്രേക്ക് ഔട്ട് നടത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ട്രേഡ് മാത്രം, സ്റ്റോക്ക് മാത്രമേ ട്രേഡ് എടുക്കാവുള്ളൂ. അതായത് രാവിലെ മാർക്കറ്റിന്റെ മുമ്പിൽ നമ്മൾ സ്റ്റോക്ക് അനാലിസിസ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അതായത് ഈ സ്റ്റോക്കിന് സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കാൻ നിൽക്കരുത്. അത് തലേ ദിവസം രാത്രി നമ്മൾ കുറച്ച് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് അത് ഇന്ന് തന്നെ വൈകുന്നേരം രാത്രി ഒന്ന് ഓർമ്മിച്ചാൽ മതി. സ്റ്റോക്കുകൾ നോക്കുന്ന സമയത്ത് ഒന്ന് ഓർമ്മിച്ചാൽ മതി, ഞാൻ അത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്തതെന്ന് പറഞ്ഞു. കേട്ടോ, ഇപ്പൊ എക്സാമ്പിൾ തന്നെ ഞാൻ പറയുന്നത്, നേരത്തെ പറഞ്ഞ തന്നെ L&T ഇൻഫോസിസ് ഉണ്ട്, റിലയൻസ് ഉണ്ട്, ആക്സിസ് ബാങ്ക് വരാൻ പോകുന്നു, HDFC ഹിന്ദുസ്ഥാൻ യൂണിലിവർ വരാൻ പോകുന്നു, SBIN സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വരാൻ പോകുന്നു, ബജാജ് ഫിനാൻസ് വരാൻ പോകുന്നു, M&M വരാൻ പോകുന്നു, മാരുതി വരാൻ പോകുന്നു, ഇങ്ങനെ പല പല സ്റ്റോക്കുകൾ വരുന്നുണ്ട് നമുക്ക്. അപ്പോ അത്തരം ബ്രേക്ക് ഔട്ട് തരുന്ന ഓൾ ടൈം ഹൈ മാത്രമല്ല, അതല്ലാതെ മേജർ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകളിലും ഇൻട്രാഡേ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ടോപ്പ് ഗെയിനേഴ്സും ടോപ്പ് ലൂസേഴ്സും നോക്കുന്നത് ഞാൻ ഫോളോ ചെയ്യാത്തൊരു സിസ്റ്റമാണ്, പലരും ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഫോളോ ചെയ്തതിന്റെ കാരണം എന്താണെന്നറിയോ, ഈ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ വരുന്നത് അതുവരെയുള്ള മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അടുത്ത നിമിഷം അതിന്റെ മൂവ്മെന്റ് മാറിക്കൂടാന്നുണ്ടോ? ടോപ്പ് ലൂസേഴ്സ് ലിസ്റ്റിൽ വരുന്നത് ആ നിമിഷം വരെയുള്ള ഡാറ്റ അനുസരിച്ച്, ആ മൂവ്മെന്റിനനുസരിച്ചാണ് അത് വരുന്നത്. അടുത്ത ദിവസം മാറിക്കൂടാന്നുണ്ടോ? ആ ലിസ്റ്റ് എടുക്കാം. ലിസ്റ്റ് എടുത്തതിന് ശേഷം, ടോപ്പ് ഗെയിനേഴ്സിന്റെ ടോപ്പ് ലൂസേഴ്സിന്റെ ലിസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളുടെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ അവിടെ ഉണ്ടോന്നോ ബ്രേക്ക്ഔട്ട് നടത്തുന്നുണ്ടോ നോക്കിയിട്ട് അത് വേണമെങ്കിൽ എടുത്തോ, കുഴപ്പമില്ല. അത് ഡേ ക്യാൻഡിലാണോ നോക്കേണ്ടത്? ടൈം നോക്കണം, 15 മിനിറ്റ് നോക്കണം. ഓക്കെ സർ, ഓക്കെ. 15 മിനിറ്റ് നോക്കണം. ഓക്കെ, അപ്പോ നമ്മൾ മറ്റൊരു ചർച്ചയിൽ നിന്നാണ് ഇപ്പൊ ഇങ്ങോട്ട് വഴി മാറി ഈ ട്രേഡിംഗിലേക്ക് എത്തി. ട്രേഡിംഗ് തന്നെയാണ് നമ്മുടെ പ്രധാന ആയുധം. പക്ഷെ ട്രേഡിംഗിന് മുമ്പേ ആയുധം ശക്തമാണെന്നും അത് ഷാർപ്പനാണെന്നും നമ്മൾ ഉറപ്പിക്കണം. അത് കഴിഞ്ഞിട്ടാണ് അതെടുത്ത് ഉപയോഗിക്കാൻ പഠിക്കേണ്ടത്. ആ ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കയ്യും കാലും നമ്മുടെ തന്നെ മുറിയാതെ നോക്കണം. സർ, സിലബസിന്റെ കാര്യം സർ ഇപ്പൊ സംസാരിച്ചില്ലേ, അതില് ഞാൻ അന്നൊരു ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഞാൻ പക്ഷെ പിറ്റേ ദിവസം രാവിലെ തന്നെ അതിന്റെ വീഡിയോ കാണുമായിരുന്നു. അപ്പം നമ്മുടെ ശിവകുമാർ സാർ ഉണ്ടല്ലോ, സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. സാറ് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്ത് ഒരു പ്രോഫിറ്റിലോട്ട് തന്നെ സാറിന് എത്താൻ പറ്റിയെന്നുള്ള കുറെ ടിപ്സ് കാര്യങ്ങൾ സാർ പറഞ്ഞായിരുന്നു. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെയാണ് നമ്മള് ഇതില് 2 കാര്യങ്ങൾ എനിക്ക് തോന്നും. നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് വേണ്ടി നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉള്ളതും എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം പറഞ്ഞ് അതിനു വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന വഴിയോ അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഇത് കിട്ടുമ്പോഴേ എനിക്ക് തോന്നുന്നു അതിനൊരു ഡിഫറൻസ് ഉണ്ടെന്ന്. എന്നെ അതെന്തായാലും ഒത്തിരി എന്നെ ആ ഒരു കാര്യം എനിക്ക് ഒത്തിരി ഇത് ആയിട്ട് തോന്നിയായിരുന്നു. അതായത് അവരുടെ ചേഞ്ച് വരുത്താൻ ആവശ്യമായിട്ടുള്ള അതുപോലെ അന്ന് അതേ ക്ലാസ്സിൽ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിരുന്നത് ദിവ്യ മാഡം പറഞ്ഞതാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഞാൻ അതുപോലെ ചെയ്യുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാല് രാവിലെ കുറച്ച് ട്രെയിനിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഈവനിങ്ങിൽ എന്റെ അടുത്തൊന്ന് പോയിട്ടുണ്ടാവും. അതുപോലെ ആയിരുന്നു. അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഒത്തിരി വഴികള് ഞാൻ പ്രാക്ടീസ് ചെയ്ത അങ്ങനെയാണ് ഞാൻ ഈ ജേർണൽ എൻട്രി. അതെനിക്ക് വേറൊരു സുഹൃത്ത് വഴിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അത് എഴുതാനുള്ള
നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഞാനത് ആദ്യത്തെ ബിഗിനിങ്ങിൽ കുറച്ച് നാൾ ഞാൻ സ്റ്റോക്ക് എടുക്കുന്നതെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ അതിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോയായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് അത് തന്നെ ആയിരിക്കണം എന്ന് തോന്നിയത് ഈയിടെ എനിക്ക് ഒരുപാട് ലോസുകൾ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ഒരു കൺഫ്യൂഷനിലായിരുന്നു, ഇതിൽ ഇനി വിട്ടു നിൽക്കണോ അല്ല മുമ്പിലോട്ട് തന്നെ പോവണോ. എനിവേ മുമ്പിലോട്ട് തന്നെ പോവണം എന്നുള്ളത് എന്റെ ഒരു ഡിസിഷൻ ആയിരുന്നു. അപ്പൊ അതിനെന്ത് മാറ്റം വരുത്തണം അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ് ഈ ജേർണൽ എൻട്രി എന്നുള്ളത്. അപ്പൊ ഞാൻ അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്ന് വിചാരിച്ചു, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ അത് തുടങ്ങണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് തീരുമാനിച്ചത്. അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ വിചാരിക്കുവാണ് നമുക്ക് ഇച്ചിരിയും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോഴുണ്ടല്ലോ, അത് അങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥ. നമ്മൾ സിലബസ് ഇപ്പം എത്ര ഡിസ്കസ് ചെയ്താലും അതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് ഉപകാരപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ഒരു ലൈവ് മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ടല്ലോ, പലർക്കും പലതായിരിക്കും, പലരും മൈൻഡ് സെറ്റ് ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരും ഒരു സമയത്ത് ഇമോഷണൽ ട്രേഡർ ആയിരുന്നിട്ടുണ്ടാവാം. അതല്ലാത്ത മനുഷ്യരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാരും അതുപോലെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്ത് അതിലൂടെ കടന്നിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ഒരു എക്സ്പീരിയൻസ് കേൾക്കുമ്പം അത് നമ്മൾ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് എന്റെ ഒരു തോന്നല്. അല്ല, തീർച്ചയായിട്ടും മാഡം, അത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ രീതിക്ക് അനുസരിച്ച് പ്ലാൻ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം. അതായത് ഓരോ ദിവസവും ഒരാൾക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ സമയത്തിനുള്ളിൽ നമ്മുടെ മാറ്റങ്ങളും നമ്മൾ അതിനായിട്ട് എന്തൊക്കെ പരിശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓരോരുത്തരും തയ്യാറാവണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിട്ടാണ് എന്റെ ഓർമ്മ. സർ പറഞ്ഞായിരുന്നു. അത് ഞാൻ ഇപ്പം എടുത്ത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ആ ശിവകുമാർ സർ പറഞ്ഞൊരു കാര്യം ഞാൻ ആ ക്ലാസ്സിൽ ഇല്ലാത്തത് കൊണ്ട് അന്ന് പറയാൻ പറ്റിയില്ല. അപ്പം അത് ഞാൻ അന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കേൾക്കുന്നതും അതേപോലെ ഒരാൾ ഒരു പ്രോബ്ലം പറയുമ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ വേറൊരാൾക്ക് പറയാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല ഒരു കാര്യമായിരിക്കും. രഞ്ജിനി മാം, ഒരു മിനിറ്റ്, ശിവകുമാർ സാർ കൂടെ മൈക്കൊന്ന് ഓൺ ആക്കിയിട്ട് വന്നേ. ശിവകുമാർ സാർ ക്ലാസ് മിസ്സാക്കാത്ത ആളാണ്, തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും തോന്നുന്നു. ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് വന്നേ ഉണ്ടെങ്കിൽ. 2 ശിവകുമാർ സാറുണ്ട്. നമ്മുടെ ചേർത്തല മുഹമ്മയ്ക്ക് അടുത്തുള്ള ശിവകുമാർ സാർ, പ്രൊസസ് ക്ലബിലെ മെമ്പർ ശിവകുമാർ സാറിനെയാണ് ഉദ്ദേശിച്ചത്. ഉണ്ടല്ലോ ശിവകുമാർ സാർ, എന്താണ് സാർ? ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇല്ലാന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. കേൾക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ രഞ്ജിനി മാം പ്ലീസ്. ശിവകുമാർ സാർ ഉണ്ട് എന്നാണ് എന്റെ ക്ലാസ്സിൽ ഇരിപ്പുണ്ട്. അപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും മൈക്ക് ഓൺ ആക്കിയിട്ട് വന്നോളും എന്ന് വിശ്വസിക്കുന്നു. കാരണം അതെ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സെക്കൻഡ് ഞാൻ അദ്ദേഹത്തിന് ഒന്ന് വിളിക്കാം. അപ്പൊ ചിലപ്പോ ഉറങ്ങുകയാണെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, കോള് എടുത്തില്ല. അപ്പൊ എന്തെങ്കിലും അത്യാവശ്യ തിരക്കിലായിരിക്കും. ശരി. അപ്പോ അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ ആ കാര്യം ഒന്നുകൂടെ അദ്ദേഹത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ യാത്ര, ആ ജേണി, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി പേർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. യെസ് സർ. രഞ്ജിനി മാം, കുഴപ്പമില്ല. രഞ്ജിനി മാം സാറിന്റെ ഒരു സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സഹായമല്ല, അത് സാറിന്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം സാറിന്റെ ജേണി, അതായത് ആ ഒരു സാധാരണ ഇമോഷണൽ ട്രേഡേഴ്സിൽ നിന്നും ഇപ്പോൾ ഉള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ഇന്റലിജൻസ് ട്രേഡിലേക്കുള്ള എത്ര ശതമാനമാവട്ടെ ആ യാത്ര ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ എല്ലാവർക്കും വേണ്ടിയിട്ട്? ഞാൻ ഷെയർ ചെയ്യാം സാറേ. അത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സെക്കൻഡ്, ഞാനൊന്ന് മ്യൂട്ട് ആൾ കൊടുക്കാം, അതിന് ശേഷം ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചു തുടങ്ങാം കേട്ടോ. സാറേ, ഞാൻ ആദ്യം ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ഒന്ന് സ്റ്റഡി ചെയ്തായിരുന്നു. അതായത് ഞാൻ ട്രേഡിംഗ് റൂം ഫസ്റ്റ് സെറ്റ് ചെയ്തായിരുന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു വിഷ്വല് വേണമെന്നുണ്ടെങ്കിൽ ആ ട്രേഡിംഗ് റൂമിന്റെ ഒരു ഇത് ഞാൻ കാണിക്കട്ടെ. തീർച്ചയായിട്ടും ക്യാമറ ഓൺ ആക്കുക, ഒന്ന് വിഷ്വല് കാണിച്ചാൽ വളരെ സന്തോഷം. ജിമ്മി പോകുന്നുണ്ടോ? മസിലൊക്കെ കൂടിയല്ലോ സാറേ.
ജിമ്മിൽ പോകുന്നുണ്ട് സാറേ. അല്ല ഇത് ബാക്ക് ക്യാമറ ഇല്ലേ? ഇല്ല. സൂമിലാ, അതേ ഫോണിൽ തന്നെയാണോ? സൂമിലാണോ കയറിയിരിക്കുന്നത്? അല്ല എന്നാ ലാപ്പ് തിരിച്ചാൽ മതി എന്ന് തോന്നുന്നു. ഒന്ന് തിരിച്ചാൽ മതി. അലമാരി മുഴുവൻ നമ്മുടെ ആ ഒരു വിഷ്വൽ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിട്ട് എഴുതി ഒട്ടിച്ചിരിക്കുകയാണ് അല്ലേ? റൂം മുഴുവൻ. യെസ്, ചാർട്ടുകൾ. നന്നായിട്ട് പണിയെടുക്കുന്നില്ലേ സാറേ? ഒരു മിനിറ്റ്, അദ്ദേഹത്തിന്റെ മൈക്ക് ക്യാമറ ഒന്ന് വരട്ടെ. ഒരു സെക്കൻഡ് സാറേ, ഞാൻ സാറിന്റെ ക്യാമറ ഒന്ന് പിൻ ചെയ്യട്ടെ. അപ്പൊ യെസ്, ഒന്നുകൂടെ ഒന്ന് ഫുൾ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തേ സാറേ. ആരും രണ്ടുപേരെ ഫോട്ടോ ഇരിക്കുന്നുണ്ടല്ലോ അവിടെ. സാറേ എന്റെ ഗുരുക്കന്മാരാ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാനത് സാറേ ഇത് റൂമിന്, അതായത് വീടിന് പുറത്തുള്ള റൂമാണ്. ഓക്കെ, ഞാനിത് ട്രേഡിംഗ് റൂമിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതാണ് ചെയ്തത്, സെറ്റ് ചെയ്തത്. വ്യക്തമായി കാണാമോന്ന് എനിക്കറിയില്ല. കാണാം. ഇതിന്റെ അകത്ത് ഞാൻ ഒരു കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ സാറേ. ഈ സാധനം ഇത് കാണാമോ? കാണാം. അത് ഞാൻ മൊബൈൽ എടുത്ത് ചെയ്തു സാർ. എങ്ങനെയാലും പറ്റില്ല. ചാർട്ട് മാത്രമല്ല, ലക്ഷ്യങ്ങളും എല്ലാം. അല്ല സാർ, ഇത് ഈ പാറ്റേൺ ആണ്. ഈ പാറ്റേൺ ഇതാണോ? അതൊന്നുകൂടെ ക്യാമറ ഒന്ന് ഈ മുകൾ ഭാഗം കാണാൻ പറ്റുന്നില്ല. സാറിന്റെ കൈ ഇരിക്കുന്ന ഭാഗം കാണാൻ പറ്റുന്നില്ല. ഒന്നുകൂടെ മൊബൈൽ ഓൺ ആക്കിയിട്ട് ബാക്ക് ക്യാമറ ഓൺ ആക്കിയാലോ സാറേ? യെസ് സാർ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ റൂമിലേക്ക് വേറെ ആരെങ്കിലും കയറി അടിച്ചു ഓടിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇല്ല, സാറേ ഒന്ന് അഡ്മിറ്റ് ചെയ്യണം. എന്തോ? ഒന്ന് അഡ്മിറ്റ് ചെയ്യണം മൊബൈലിന്റെ. അഡ്മിറ്റ് ചെയ്യാനൊന്നുമില്ല, ആർക്കും വേണമെങ്കിലും ജോയിൻ ചെയ്യാലോ. ഇവിടെ നമുക്ക് ആ ഒരു അഡ്മിഷൻ സ്വിച്ച് ഒക്കെ ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞായിരുന്നു. ശരി. സാറിന് ഇവിടെ കോ ഹോസ്റ്റ് ആക്കാം, എന്നാലും മതി. കയറാൻ പറ്റിയോ? എന്തോ? കയറാൻ പറ്റും. ഈ ലാപ്ടോപ്പിന്റെ മൈക്ക് ഓൺ ഓഫ് ആക്കിയിട്ടേ മറ്റേ മൊബൈലിന്റെ മൈക്ക് ഒന്ന് ഓൺ ആക്കി സൂമില്. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടോ കുമാർ സാറേ? വീഡിയോ കാണോ സാർ? ഒരു സെക്കൻഡ് ഞാൻ അത് പിൻ ചെയ്യാം. യെസ്. സാറേ മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വന്നപ്പോൾ മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിരിക്കും. ഓക്കെ അല്ലേ സാറേ? ഓക്കെ റൈറ്റ്. ഇത് റൂമിന്റെ
ഞാൻ നേരത്തെ കാണിച്ച ഒരു സംഭവം കാണിച്ചു തരാം. അതായത് സാറ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത്. ബാങ്ക് നിഫ്റ്റിയുടെ ഇത് കാണാം, വ്യക്തമായിട്ട് കാണാമോ? ഈ പാറ്റേൺ ഞാൻ പെൻസിൽ വെച്ചേക്കുന്ന പാറ്റേൺ ഇത്. ഇത് സാർ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ബാങ്ക് നിഫ്റ്റിയില്ല മിക്കവാറും സംഭവിക്കുന്നത്. ആദ്യത്തെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് അത് തിരിച്ചു കയറി ഒരു ഇത് കണ്ട, തിരിച്ചു കയറി വലിയൊരു വിക്ക് വരുന്നത് കണ്ട സാറേ? അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കാൻ സാർ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആ ക്യാൻഡിൽ തന്നെ എടുക്കാറുണ്ട് തിരിച്ചു കയറുമ്പോൾ. അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു നിരവധി പാറ്റേൺസ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിലെല്ലാം പ്രോഫിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് സാറേ. പിന്നീട് സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബാങ്ക് ഇപ്പൊ ഒരു ഓൾ ടൈം ഹൈ അതായത് 2-3 ദിവസം അടുപ്പിച്ച് പിന്നെ ബുള്ളിഷ് പൊക്കൊണ്ടിരുന്ന ഒരു മാർക്കറ്റ്, അതായത് 2-3 ദിവസം അപ് ട്രെൻഡിൽ നിന്നൊരു മാർക്കറ്റ്. ആ മാർക്കറ്റ് നമ്മുടെ പ്രീ മാർക്കറ്റ് കാണിക്കുന്നത് പിന്നെ ഓൾ ടൈം ഹൈക്ക് മുകളിലാണെങ്കിൽ ആ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു പൊട്ടില്ലേ സാറേ? അത് ഞാൻ പലതവണ ഇതങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതങ്ങനെ സംഭവിച്ചിട്ടുള്ള ഈ ഭാഗത്ത്. പക്ഷെ താഴേന്ന് ഓൾ ടൈം ഹൈ മേളിലോട്ട് ബ്രേക്ക് ചെയ്ത് കയറുന്ന മാർക്കറ്റിൽ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് മേളിലോട്ട് പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിയല്ലേ സാറേ? അപ്പൊ ഞാൻ ഇതെല്ലാം കണ്ടായിരുന്നല്ലോ അല്ലേ സാറേ? കണ്ടു. ഇനി ശിവകുമാർ സാറിന്റെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു പരിവർത്തനം, മറ്റേ ഒരു മാറ്റം, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഇമോഷണൽ ട്രേഡറിൽ നിന്നും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി മൈൻഡ് സെറ്റിലേക്ക് മാറാനും അതനുസരിച്ചുള്ള ട്രേഡുകൾ എടുക്കാനുമുള്ള ആ ഒരു ജേണിയാണ് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. സാറേ അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഞാൻ ഇതുപോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇപ്പൊ തന്നെ ഞാൻ പ്രിന്റ് ഔട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ഞാൻ എനിക്ക് ലോസ് വരുന്നതിന്റെ എവിടാണ് സംഭവിച്ചത് അത് ഞാൻ അങ്ങ് എടുക്കുമായിരുന്നു. പ്രിന്റ് എടുത്തിട്ട് ഞാൻ ആ പേജ് വെച്ച് ശരിക്കും അനലൈസ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ അത് ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് അതവിടെ സംഭവിച്ചതെന്ന്. സംശയം വരുമ്പോൾ സാറിനെ വിളിച്ചു ചോദിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ പലതവണ ഉള്ള സംഭവം എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ ഒരു ഇത് തയ്യാറാക്കി, അതായത് ഒരു റൂള് തയ്യാറാക്കിയായിരുന്നു. ആ റൂളാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. കാണാമോ സാറേ? ട്രേഡിംഗ് ഇൻ നിഫ്റ്റി ആ ഭാഗം അല്ലെ, ബാങ്ക് നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞ റൈറ്റ് സൈഡില് അത് തന്നെ ഘട്ടത്തിന്റെ ഒരു ഇതുണ്ട്. കുഴപ്പമില്ല. ഇതാണ് അത്, ഈ റൂള് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അത് നോക്കി ഞാൻ അത് തുടക്കത്തിലാണ് സാർ, അത് തുടക്കത്തിലാണ്. പിന്നെ ഇപ്പൊ അതിന്റെ അകത്ത് ഞാൻ എഴുതി വെച്ചത് ട്രേഡിംഗ് ഇൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയാണ്. പിന്നെ അന്ന് എഴുതി വെച്ചിട്ട് നോ ഓവർനൈറ്റ് ഹോൾഡിംഗ് എന്നായിരുന്നു. പിന്നീട് ഞാൻ അത് മാറ്റി, എനിക്ക് ഓവർനൈറ്റ് അത്രയ്ക്ക് വിശ്വാസമുള്ളതൊക്കെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്ത് ഞാൻ പ്രോഫിറ്റ് എടുക്കാൻ തുടങ്ങി. അതിന് മുമ്പ് എനിക്ക് ലോസ് വരുമായിരുന്നു ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ. അത് എനിക്ക് അത്ര പരിചിതമല്ലാതെ വന്നപ്പോഴായിരുന്നു എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിന്, ഒരു വർഷവും ഒരു 4 മാസം ആകുന്നുള്ളൂ ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളു. അപ്പൊ ഞാനിങ്ങനെ എഴുതി വെച്ച് എക്സിറ്റ് പിന്നെ അത് കഴിഞ്ഞ് എഴുതി വെച്ച് എക്സിറ്റ് ഓൾ പൊസിഷൻസ് ബിഫോർ 2:30 PM. അത് പക്ഷെ അതും പിന്നെ അതിൻ്റെ അകത്തും മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ അത് ഓപ്പർച്യൂണിറ്റി വരുമ്പം അത് 2-3 ഒന്നും നോക്കാറില്ലായിരുന്നു, എടുക്കുമായിരുന്നു. പിന്നെ ഇത് തുടക്കത്തിലുള്ള എൻ്റെ ഒരു ചിട്ട ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ചെയ്ത ഒരു കാര്യമാണ് എക്സിറ്റ് വെൻ SL ഹിറ്റ്. അത് ഇൻ 5 minutes ക്യാൻഡിൽ. പിന്നെ കേൾക്കാം.
പിന്നെ ഡു നോട്ട് ട്രേഡ് ഇൻ റേഞ്ച് മാർക്കറ്റ്. അപ്പൊ ഞാൻ ഈ ഇവിടെ പാറ്റേൺ വിട്ടിച്ചതിൻ്റെ അകത്ത് എനിക്ക് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആ ഒരു റേഞ്ച് മാർക്കറ്റ് എന്തോന്ന് അറിയാൻ വേണ്ടി ഞാൻ അത് പ്രത്യേകം നോട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ എല്ലാം ഈ ലിസ്റ്റിലോട്ട് നോക്കും, ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ഞാൻ എഴുതി വെച്ചത് വെയിറ്റ് ഫോർ ടാർഗറ്റ്, ടേക്ക് ട്രേഡ്സ് വിത്ത് സ്മോൾ എസ് എൽ. മിക്കവാറും ചെറിയൊരു സ്മോൾ എസ് എൽ കിട്ടുന്ന ട്രേഡും ടാർഗറ്റിലോട്ട് ഒരു ദൂരം ഉണ്ടെങ്കിൽ അതായിരിക്കും എനിക്ക് ഇച്ചിരി കംഫർട്ടബിൾ. പിന്നെ വെദർ 2 ട്രേഡ്സ് ആർ പ്രോഫിറ്റ് അനദർ ട്രേഡ് ഈസ് നോട്ട് ടേക്കൺ ഓൺ ദാറ്റ് ഡേ എന്ന് ചോദിച്ചു ഞാൻ എനിക്ക് 2 ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ അന്ന് ഞാൻ ട്രേഡ് എനിക്ക് എന്റെ മന്ത്ലി ടാർഗറ്റിലോട്ട് എത്തുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അടുത്ത ട്രേഡ് അങ്ങനെ എടുക്കത്തില്ലായിരുന്നു. തുടക്ക സമയത്ത് തുടക്കം മീൻസ് ഞാൻ ഇതൊന്ന് കിട്ടാനുണ്ട്. ബി കെയർഫുൾ വെൻ ട്രേഡിംഗ് അഗൻസ്റ്റ് ദി മാർക്കറ്റ് ട്രെൻഡ് ആൻഡ് ദി ടൈപ്പ് 3 മാർക്കറ്റ്. മാർക്കറ്റ് ട്രെൻഡിനെ എഗനസ്റ്റ് ട്രേഡ് ചെയ്യുമ്പോഴും ടൈപ്പ് 3 മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോഴും സാറ് പറഞ്ഞ പോലെ കിട്ടുന്ന പ്രോഫിറ്റ് എടുത്ത് മാറുക. റെസ്പെക്ട് ദി ഏരിയ വെയർ ദി ബിഗ് മൂവ്മെന്റ്, ബിഗ് ക്യാൻഡിൽസ്, ഓപ്പണിംഗ് റേഞ്ച് ആൻഡ് ക്ലോസിംഗ് റേഞ്ച്, ഈ ഏരിയകളെയൊക്കെ ഒന്ന് റെസ്പെക്ട് ചെയ്യണം. അത് ഉറപ്പാണ്. ആ ഏരിയകൾ വരുമ്പോൾ ആ ഏരിയ ആണോ എന്നും കൂടെ ഞാൻ ഒന്ന് ഉറപ്പ് വരുത്തും. ഇതും നോക്കും. ഇതും നോക്കിയാണ് ഞാൻ ഈ പറഞ്ഞ ആദ്യം എനിക്കുണ്ടായിരുന്നത് പെർസെന്റിൽ നിന്ന് ഓരോ മാസം കഴിയുന്നതോറും വ്യത്യാസം വന്ന് ഞാൻ ഇതിലൊന്ന് ചിട്ട വെച്ച് വരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു 15,000 ക്യാപിറ്റൽ ഇട്ടാണ് ഞാൻ കൂടുതലും. 15,000 ക്യാപിറ്റലിന്റെ പെർസെന്റേജ് ആണ് ഞാൻ പറയുന്നത്, ഒരു 100-ന് 150%. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ഇൻട്രാഡേ ഇക്വിറ്റി, ഷോർട്ട് സെല്ല്, ഇൻട്രാഡേ ഇക്വിറ്റിയിലും ചെയ്യാറുണ്ട്. എനിക്ക് ഏതാണ് കംഫർട്ട്, ഏതാണ് എൻ്റെ മാനേജ്മെന്റ്, അതായത് എൻ്റെ ക്യാപിറ്റൽ മാനേജ്മെന്റിനുള്ളിൽ നിൽക്കുന്ന ട്രേഡുകളാണ് മൊത്തം ഞാൻ എടുക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് സന്തോഷ് സാറിനോട് ഞാൻ ഒരു ട്രേഡ് ചോദിക്കുകയാണ്, സന്തോഷ് സാറേ ഇപ്പൊ ഇതിന് ഒരു എൻട്രി ഉണ്ടോ? അപ്പൊ സാറ് പറയുന്നത് എന്താണ്, ശിവകുമാർ സാറേ ഇന്നലത്തെ ഗ്രീൻ ക്യാൻഡിന്റെ ലോ SL വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് എടുക്കാമെന്നാണ് സാർ പറയുന്നത്, അല്ല സാറേ? പക്ഷെ അത് ഡിസൈഡ് ചെയ്യുന്നത് ഞാനാണ്. കാരണം എന്റെ ക്യാപിറ്റൽ മാനേജ്മെന്റിൽ ആ ഒരു സ്റ്റോപ്പ്, സാറിന് ഇപ്പൊ എല്ലാവരുടെയും മണി ബാക്ക് കപ്പാസിറ്റി അറിയത്തില്ല. സാർ കോമൺ ആയിട്ടാണ് പറയുന്നത്. പിന്നെ എന്റെ ക്യാപിറ്റൽ മാനേജ്മെന്റിനുള്ളിൽ വരുന്നതാണോ ഇല്ലയെന്നത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. എന്റെ ക്യാപിറ്റൽ മാനേജ്മെന്റ് നോക്കി വേണം ഞാനത് എടുക്കണോ വേണ്ട തീരുമാനിക്കാൻ. ഇപ്പം അങ്ങനൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ ഇപ്പം നിലവില് ഇപ്പൊ തന്നെ ഞാൻ ആദ്യം നോക്കുന്ന ഈ ഒരു റേഞ്ച് മാർക്കറ്റാണ്. പെട്ടെന്ന് ഞാൻ വിട്ടിട്ട് ഷോർട്ട്, ഞാൻ 2 സ്ക്രീൻ ഉപയോഗിക്കുന്നത്. ഷോർട്ട് ടൈം ട്രേഡ്, സ്വിംഗ് ട്രേഡിലോട്ട് ഫോക്കസ് ചെയ്യും. എനിക്ക് എവിടെ ഷോർട്ട് സെൽ ഇൻട്രാഡേ ഇക്വിറ്റി ചെയ്യാൻ പറ്റുമോ അവിടെ ചെയ്യും, ഇക്വിറ്റി ബൈ ചെയ്യും. പിന്നെ ഓപ്ഷൻ ഓപ്പർച്യൂണിറ്റി അത്രയ്ക്ക് മുമ്പ് ഒരു 80% ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഓപ്ഷനിലോട്ട് കൈവയ്ക്കുന്നത്. പക്ഷെ അത് പ്രോഫിറ്റിലും ആയിരിക്കും. ഞാൻ അന്നേരം തന്നെ സ്ക്രീൻഷോട്ട് സാധനം അയക്കുന്നുണ്ട്. അത് എന്തിനടുത്ത് എവിടെ നേരത്തെ എത്ര രൂപയ്ക്ക് എടുത്ത് അതിന്റെ വരെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ സാധനം അയക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ഈ ഒരു ന്യൂ ഇയർ തുടങ്ങിയപ്പോ മുതൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ ഒരു എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ സാറിനോട് പറഞ്ഞാൽ എനിക്ക് ഒരു വൈഫിന്റെ ഡെലിവറി സംബന്ധിച്ച് എനിക്ക് ഇടയ്ക്കൊന്നും ഇൻവോൾവ് ആവാൻ പറ്റില്ല. അന്നൊന്നും ട്രേഡ് എടുത്തിട്ടില്ല. ഇപ്പോഴും ഒരു ജൂൺ 15 വരെ ചെറിയ ബിസി. ഇടയ്ക്കുള്ള ഞാൻ ഫുൾ ടൈം ഇരിക്കുന്ന ദിവസം മാത്രമാണ് ഞാൻ ഓപ്ഷനിൽ കയറുന്നത്. എനിക്ക് ആ ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൈ വെക്കത്തില്ല. അത്രയ്ക്കും ഞാൻ ഇതിന്റെ സ്റ്റഡി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് സാറേ. ശിവകുമാർ സാർ, സാറിന് സാർ ഇത്ര സിസ്റ്റമാറ്റിക്, വളരെ നല്ലൊരു കാര്യം, വളരെ സന്തോഷം കണ്ടതിൽ. സാറിന്റെ എഫോർട്ട് ഉറപ്പായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഞാനൊക്കെ ഈ മേഖലയിലോട്ട് ഒന്നും അറിയാതെ വന്നു എന്നുള്ളത് ശരിയാണ്. അതിനുശേഷം വിചാരിച്ചില്ലായിരുന്നു ഇത്രയ്ക്ക് നമ്മളെ എന്ന് പറഞ്ഞാൽ ഇതിൽ സിലബസ് പഠിക്കുക എന്നുള്ളതിലുപരിയായിട്ട് എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് നമ്മുടെ ഇമോഷണലി കൺട്രോള്. സത്യം പറഞ്ഞ ഇമോഷൻ ഇത്രയ്ക്ക് കൺട്രോൾഡ് അല്ലെന്ന് പോലും ഞാൻ തിരിച്ചറിഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാന്ന് പറയേണ്ടി വരും. ഞാൻ അത്ര ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് ഒരു വളരെ സത്യമാണ്. നമുക്ക് ഇത്രയധികം ഇമോഷണലി, പക്ഷെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇത് ഇമോഷണൽ ട്രേഡ് ആണ് എന്നുള്ളത്. തിരിച്ചറിയാൻ പറ്റുമെങ്കിലും നെക്സ്റ്റ് ഡേയിലും അതേ, ചില സമയത്തൊക്കെ ഒരു ദിവസം മാറുന്നത് നെക്സ്റ്റ് ഡേയിലും അതുപോലെ. ഞാനിത് ചോദിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ലോസ് വന്ന ഒരാളുടെ മെന്റാലിറ്റിയും ഇല്ലാതിരിക്കുന്ന ഒരാളുടെ മെന്റാലിറ്റിയും ഡിഫറെന്റ് ആയിരിക്കും. സാറിന് ഇത് ഈ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് വരുന്നതിന് മുന്നേ സാറിന് ഇതിൽ ലോസ് വന്നിട്ടുണ്ടായിരുന്നു?
വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലോസിനെ ഞാൻ സ്റ്റഡി ചെയ്യുമായിരുന്നു. ഞാൻ ബുക്കിൽ നോ എഴുതിയിട്ടുണ്ട് ബട്ട് ഏകദേശം ഞാൻ ചോദിച്ചത് ഇനീഷ്യലി ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ 1 വർഷം വരെ സർ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സാറിന് ഇത്രയും സിസ്റ്റമാറ്റിക് ആക്കണമെങ്കിൽ അവിടെ ഒരു അനുഭവം ഉണ്ടാവണം. ഉണ്ട് മാഡം. ഞാൻ അതാ പറഞ്ഞത്. ഞാൻ തുടക്കം മുതലേ എനിക്ക് സത്യത്തിൽ എടുക്കുമ്പോ ആദ്യമായിട്ട് ഓപ്ഷനിലോട്ട് കൈവെക്കുമ്പം എനിക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഞാൻ കരുതുന്നത് ഇതിന് ഇത്രേ ഉള്ളൂ എന്ന് ആദ്യം കരുതിയത്. ഇത് സിമ്പിൾ ആണല്ലോ, എല്ലാ ദിവസവും പ്രോഫിറ്റ്. പക്ഷേ അന്നേരം ഞാൻ ലോട്ട് കൂട്ടി എനിക്ക് ലോസ് വരാൻ തുടങ്ങിയപ്പം ഞാൻ ചിന്തിച്ചു ഇതൊന്നും അല്ല, ഇതിന് അപ്പുറം എന്തൊക്കെയോ പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇതിനെ ഒന്ന് ശരിക്കും സ്റ്റഡി ചെയ്യാൻ അന്നേരമാണ് ഞാൻ ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ച് എനിക്ക് വരുന്ന സംശയം, എനിക്ക് രാത്രി 12 മണിക്ക് വരെ സംശയം വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ സന്തോഷ് സാറിനെ അയച്ച് ആ നോട്ടിഫിക്കേഷന്റെ സൗണ്ട് കേട്ട് ഉറക്കം കളയാൻ. ഇനിയിപ്പോ സാറ് സൈലന്റ് മോഡിലായിരിക്കും എന്തോ, പക്ഷെ ഞാൻ പിറ്റേ ദിവസം തന്നെ അത് അയക്കും. സാർ എപ്പോ റീഡ് ചെയ്യുന്നോ അപ്പൊ റിപ്ലൈ തരും. അപ്പൊ അന്നേരം ഞാൻ ആ സാർ അയച്ചിരിക്കുന്ന വോയിസ് ഞാൻ 3-4 വട്ടം കേട്ടു നോക്കും. അങ്ങനൊക്കെ ഞാൻ അതെല്ലാം എഴുതി വെക്കും. ബുക്കിൽ ഏകദേശം ഒരു 20-അപ്പുറം ഇല്ല ഏകദേശം ഞാൻ എഴുതി വെച്ചത് കാര്യങ്ങൾ, അതായത് എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളത്. സാർ ആ റൂം സെറ്റ് ചെയ്തേക്കുന്ന ഒരു വിഷൻ ബോർഡ് എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ്, ഒരു വ്യൂ ആണോ? ഏതാ മാഡം? സാറ് ഒത്തിരി നോട്ടീസ്, കാര്യങ്ങൾ, ഫോട്ടോസ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു നമുക്കുണ്ടാവുന്ന നമ്മുടെ ഒരു എയിമിലോട്ടുള്ള ഒരു വിഷൻ ബോർഡ് എന്നുള്ള മട്ടിലാണോ? ഏത് ഞാൻ നമ്മുടെ വാളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അത് സന്തോഷ് സാർ ക്ലാസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങള് ഞാൻ അന്ന് തന്നെ അതിന്റെ കോപ്പി ഞാൻ പ്രിന്റ് ഔട്ട് എടുത്ത് ഞാൻ ഒട്ടിച്ചിരിക്കും. കാരണം ഇത് റിപ്പീറ്റ് വരുന്നുണ്ട്. ഞാനിപ്പോ ഒരു 2-3 കേസ് ഞാൻ കാണിച്ചില്ലേ മാഡം, അത് റിപ്പീറ്റഡ് ആ സംഭവം. അത് പ്രോഫിറ്റ് ഞാൻ പല തവണ എടുത്തിട്ടുള്ളതാ. അത് അന്നേരമാണ് ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു സാറുണ്ട്, ആ സാറ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 100% ഗോൾഡൻ ചാൻസ് വരുമ്പോൾ നമ്മൾ പമ്പ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞില്ലേ. അതൊക്കെ ഈ അപൂർവമായിട്ട് വരുന്ന ഗോൾഡൻ ചാൻസുകളാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ മണി എത്ര ഉണ്ടെന്ന് നമുക്ക് എത്ര റിസ്ക് മാനേജ്മെന്റ് അനുസരിച്ച് എടുക്കാൻ പറ്റും, ലോട്ട് എടുക്കാൻ പറ്റും. അന്നേരം ചാടിക്കറി എടുത്ത് കൃത്യമായിട്ടുള്ള അതിന്റെ ടാർഗറ്റ് ഞാൻ ആദ്യം കാണിച്ചതിന്റെ ടാർഗറ്റ് ആ വിക്കിന്റെ ലോ. ചില സമയത്ത് ആ വിക്കിന്റെ ലോയും കഴിഞ്ഞു പോകും. അതൊക്കെ ശരിക്കും മാർക്കറ്റ് സംബന്ധിച്ചിട്ടുള്ള എപ്പോഴും സാറ് പറയാറില്ല. സാറ് പറയുന്നത് റിപ്പീറ്റ്. ഞാൻ ഈ റെക്കോർഡഡ് വീഡിയോ കേൾക്കുമ്പോഴേ കൂടുതലും ക്യാച്ച് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞങ്ങ് പോകും. പക്ഷെ ഞാൻ ആ റെക്കോർഡഡ് വീഡിയോ എടുത്ത് കേൾക്കുമ്പോൾ പെട്ടെന്ന് പോയി ആ പാറ്റേൺ നോക്കി അത് പ്രിന്റ് ഔട്ട് എടുത്ത് ഞാൻ ഭിത്തിക്ക് ഒട്ടിച്ചിരിക്കും. എന്നിട്ടേ ഞാൻ കിടന്നുറങ്ങും. ഓക്കെ സർ. ലോട്ട് സൈസ് എങ്ങനെ എടുക്കും സർ? ലോട്ട് സൈസ് കൂടുതലായിട്ട് എടുക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രം അല്ലേ? അതെ, ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഓപ്ഷൻ ചെയ്യൂ. അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻട്രാഡേ ഇക്വിറ്റി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ 50 മിനിറ്റ്സ് ക്യാൻഡിൽ ഇട്ടിട്ട് ധൈര്യമായിട്ട് നോക്കിയിരിക്കും. അവിടെ മെൽറ്റിംഗ് ഇല്ല. എനിക്ക് ഇപ്പൊ 3000, 4000, 5000 ഒക്കെ വരും പ്രോഫിറ്റ്. അപ്പൊ എനിക്ക് അത് വിത്തൗട്ട് ടെൻഷനില്ല ഞാൻ അത് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ആ റൈഡിങ് സിസ്റ്റം എനിക്ക് അവിടെ വന്നു. പക്ഷെ എനിക്ക് ഓപ്ഷൻ വരുമ്പോൾ അത്രയും റൈഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം വന്നിട്ടില്ല. പക്ഷെ ഞാൻ ആ ഓപ്ഷനിൽ ചെയ്യുന്ന പെർസെന്റേജ് വെച്ച് എനിക്ക് ആവുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറുകയും പിന്നെ ഞാൻ ആ പെർസെന്റേജ് കീപ്പ് ചെയ്തു പോവുകയും ആണ് ചെയ്യുന്നത്, ഓപ്ഷന്റെ പെർസെന്റേജ്. ഓക്കെ സർ, താങ്ക് യു. ഒത്തിരി ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച് സർ. ശിവകുമാർ സാറിനോട് ഒരു കാര്യം ചോദിക്കാനായിരുന്നു. നമ്മൾ ഈ 100%, 150% പ്രോഫിറ്റ് നേടിയത് ഇൻട്രാഡേ ട്രേഡിലാണ് അതോ ഓപ്ഷൻ കുറവല്ലേ ചെയ്യുന്നത്? ഞാൻ ഓപ്ഷൻ, അതായത് ഓപ്ഷന്റെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് സാറെ പറഞ്ഞത് 15,000 രൂപ ക്യാപിറ്റലിന്റെ ഇതാണ് പെർസെന്റേജ് ആണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഷോർട്ട് ടൈമിന് പെർസെന്റേജ് വേറെയാണ്. പിന്നെ അത് വേറെ അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്ന ഡിമാറ്റ് അക്കൗണ്ട് വേറെയാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അക്കൗണ്ട് ചെയ്യാറില്ല. അപ്പൊ അവിടെ പെർസെന്റേജ് വേറെ പെർസെന്റേജ് ആണ്. എനിക്ക് ഷോർട്ട് ടൈമിന് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഏകദേശം ഒരു 4 മാസത്തിന് മുമ്പാണ് തോന്നുന്നു, ഞാൻ സന്തോഷ് സാറിനെ ഒരിക്കൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഒരു ബാങ്ക് ഒരു 1 lakh ലോണ് തരാമെന്ന് പറഞ്ഞ ഇടയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം സാറ് പറഞ്ഞ് ധൈര്യമായിട്ട് മേടിയില്ല, എന്നിട്ട് നല്ല നല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. ആ ഒരു 1 lakh കൊണ്ട് ഞാൻ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്ത് 40,000 വരെ 40,000 എബവ് ഇതുവരെ എടുത്തിട്ടുണ്ട്.
ഓപ്ഷനിൽ നിന്നല്ല മറ്റേ ഷോർട്ട് ടേം അത് ഷോർട്ട് ടൈം ഞാൻ ആ 1 lakh ഷോർട്ട് ടൈമിന് മാത്രം മാറ്റിയിട്ട് അതിന്റെ അകത്തുനിന്ന് തന്നെ എടുത്ത കാര്യമാണ് പറഞ്ഞത്. കാര്യം എനിക്കിപ്പം കൂടുതൽ പിന്നെ ക്യാപിറ്റൽ ഉപയോഗിക്കാൻ ഞാൻ ഈ 1 year ആയതുകൊണ്ട് ഒരു 3 year ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഞാൻ ഇതിന്റെ അകത്ത് ഇറക്കും. അതാണ് അതുവരെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റേഴ്സ് ഓപ്ഷൻ ട്രേഡിന്റെ ലെവലിൽ മൈൻഡ് വെച്ചിട്ടല്ലേ ചെയ്തിരിക്കുന്നത്? അത് തന്നെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഓപ്ഷന്റെ മാത്രമാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മാർക്കറ്റ് പാറ്റേൺസ് ആണ്. അത് റിപ്പീറ്റഡ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഒട്ടിച്ചത്. ഓക്കെ, അത് സമയം കിട്ടുകയാണെങ്കിൽ മാത്രം അതിൽ നോക്കും, അല്ലാത്തപ്പോഴും 80% അത് തന്നെ ഒരു 80% ഉറപ്പുള്ള ട്രേഡ് മാത്രമേ ഞാൻ എൻട്രി ചെയ്യാറുള്ളൂ. ബാക്കി സമയങ്ങളിൽ എനിക്ക് പിന്നെ സാറിന്റെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് സുഖമായിട്ട് ക്യാപിറ്റൽ ഇച്ചിരി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാഡേ ഇക്വിറ്റിയിലൊക്കെ ഷോർട്ട് സെയിലൊക്കെ ചെയ്ത് ശരിക്കും എനിക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് അതിന്റെ മെൽറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നോക്കിയിരിക്കും. സ്റ്റോപ്പ് ലോസ് റൈഡ് ചെയ്ത് കൊണ്ടുപോകും, മാക്സിമം പ്രോഫിറ്റ് ട്രേഡ് ചെയ്ത് കൊണ്ടുപോകും. സ്റ്റോപ്പ് ലോസ് നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇതിന്റെ അകത്തൊട്ട് ധൈര്യം വന്നത്. അതിലാകുമ്പോ മെൽറ്റിംഗും ഇല്ല. നമുക്ക് സന്തോഷ് സാർ പറയുന്നുണ്ട്, നിങ്ങൾ തുടക്കം ഇക്വിറ്റിയിലെ ക്യാൻഡിൽസിനെ പഠിക്കാനായിട്ട് നിങ്ങൾ തുടക്കം ഇക്വിറ്റി നിങ്ങൾ ഒരു 2 ക്വാണ്ടിറ്റി 3 ക്വാണ്ടിറ്റി ഒക്കെ ബൈ ചെയ്ത് നിങ്ങൾ ക്യാൻഡിൽസിനെ ശരിക്കും സ്റ്റഡി ചെയ്യും. അവിടെ നമ്മളൊരു ഒരു കഴിവുണ്ടാക്കി എടുക്കുകയും ചെയ്യുക, എന്നിട്ട് ഓപ്ഷനിലോട്ട് ഇറങ്ങാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സാറ്. തുടക്കക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. സാറേ, ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏത് സെഗ്മെന്റിലാണ് നമുക്ക് കോൺഫിഡൻസ് ഉള്ളതെന്ന് കണ്ടുപിടിച്ചിട്ട് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ ശിവകുമാർ സാറിനോടും പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് നിങ്ങളോട് പറയാത്തൊന്നും ശിവകുമാർ സാറിനോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ ഒന്നുകൂടെ നാടിയാണ് സാറിനോട് ഞാൻ അന്ന് 1 lakh എടുത്ത സാറ് ധൈര്യമായിട്ട് എടുത്തോളാൻ പറഞ്ഞത് എല്ലാരോടും അങ്ങനെ സാറ് പറയാറില്ലെന്ന് എനിക്കറിയാം. തുടക്കക്കാരോടൊന്നും പോയി എടുത്തോളാൻ പറയത്തില്ലെന്ന് എനിക്കറിയാം. ഇത് ആർക്ക് ഞാൻ എന്നെ തന്നെ നോക്കി പറയല്ലേ, ഞാനുമായിട്ടുള്ള ഒരു സംസാരം വെച്ച് സാറിന് മനസ്സിലായി കുഴപ്പമില്ലാത്ത ആളാണ് എടുത്താൽ എന്ന് മനസ്സിലായി. പക്ഷെ അതെനിക്ക് ഗുണമുണ്ടായിട്ടുള്ള ഞാൻ എന്റെ 40,000 മേളിൽ ഞാൻ അതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്തില്ലേ. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. എത്ര മാസമായി എന്റെ ഒരു 4 മാസം പോലും ആയില്ല. ഞാൻ EMI അതിന്റെ അടച്ചിട്ട് എന്റെ 3 തവണ എങ്ങാണ്ട് അടച്ചോളന്ന് എനിക്ക്. അതായത് ഈ സ്വിംഗ് ട്രേഡിങ്ങിലൂടെ അഥവാ ഇക്വിറ്റി സ്വിംഗ് ട്രേഡിങ്ങിലൂടെ മാത്രമാണ് ഈ ഒരു 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 4 മാസം കൊണ്ട് 40% ക്യാപിറ്റൽ ഗ്രോത്ത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അത് ഓപ്ഷൻ അല്ല, മറ്റു സെഗ്മെന്റ് ഒന്നും അല്ല. അപ്പൊ സാറിന് ചിന്തിച്ചു നോക്കിയേ, ഇതൊരു 3 വർഷത്തേക്കുള്ള പേഴ്സണൽ ലോൺ ആണെങ്കിൽ എത്ര ഇരട്ടി സാർ ഉണ്ടാക്കുമായിരുന്നു? അതെനിക്ക് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായി. ഞാൻ അത് എടുത്തില്ലായിരുന്നു, നഷ്ടമായിരുന്നു പിന്നെ ഞാൻ ചിന്തിച്ചു. അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ അന്നേരം വിളിച്ചത് ചോദിച്ചു എന്നുള്ളതും സാർ പറഞ്ഞു, ഞാനത് ചെയ്തു. അതായത് മറ്റുള്ളവരുടെ ടൈം മണി എഫേർട്ട് ആരൊക്കെയാണോ നമുക്ക് വേണ്ടി നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് അവർക്കുള്ളതാണ് വലിയ ലോൺ. മറ്റുള്ളവരുടെ ടൈം മണി എഫേർട്ട് അത് ആ ഒരു വാക്ക് ഞാൻ സാറിനോട് പറഞ്ഞത്. കാരണം ഇത് ബാങ്കിന്റെ പണമാണ്, അത് സാറിന് വേണ്ടി മാക്സിമം യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. സാറേ, ഞാൻ ഒരുപാട് എമൗണ്ട് ഒന്നും ക്യാപിറ്റൽ ഒന്നും ഞാൻ ഇതിന്റെ തിരക്ക് എല്ലാം ഞാൻ ഈ പഠിക്കുന്ന സമയം ആയതുകൊണ്ട് ഇപ്പോഴും ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിന്റെ അകത്ത് വലിയ എക്സ്പീരിയൻസ് ആയെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും ഇപ്പോഴും പഠിത്തം ഞാൻ നിർത്തിയിട്ടേ ഇല്ല. എന്റെ മോട്ടിവേഷൻ സ്പീക്കർ മധുഭാസ്കർ സാർ പറയുന്ന പോലെ പഠിത്തം എന്ന് നിർത്തുന്നത് അന്ന് മരിച്ചു എന്നാണ്. അതുകൊണ്ട് പഠിത്തം നിർത്തിയിട്ടില്ല, പഠിത്തം നിർത്തൂല. ഒരു സംശയം വേണ്ട. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടാർഗറ്റ് അതിന്റെ ഒരു 3/4 ഭാഗം സമയത്തിന് മുമ്പേ സാർ അച്ചീവ് ചെയ്തിരിക്കും. അത് വെറുതെ പറയുന്നതല്ല, കാരണം സാറിന്റെ യാത്ര ആ വഴിയിലൂടെയാണ്. അപ്പോ നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ശിവകുമാർ സാറ് നമുക്ക് വേണ്ടിയിട്ട് വലിയൊരു സെഷനാണ് എടുത്തിരിക്കുന്നത്. കാരണം ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഇതിനെ കൂടുതലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ശിവകുമാർ സാറിന്റെ ലൈഫും അതോടൊപ്പം തന്നെ ശിവകുമാർ സാറിന്റെ മാർക്കറ്റിനോടുള്ള അപ്രോച്ചുമാണ് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് എനിക്ക് സെൽഫ് ടോക്കിംഗ് കൂടുതൽ, ശരിക്കും സെൽഫ് ടോക്കിംഗ് ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫ്ലുവൻസ് വന്നത് തന്നെ. ഓൾറെഡി എനിക്ക് സെൽഫ് ടോക്കിംഗ് ഉള്ളതാണ്. വെരി ഗുഡ്. അത് നല്ലൊരു ടൂളാണ്. സെൽഫ് ടോക്കിംഗ് എന്നുള്ള നല്ലൊരു ടൂളാണ്. കാരണം നമുക്ക് സ്വയം തിരിച്ചറിയാനും വലിയൊരു ഇമ്പ്രൂവ്മെന്റിന് സാധ്യതയുള്ള ഒരു സാധനമാണ് സെൽഫ് ടോക്കിംഗ്. അപ്പോ നമുക്ക് ശിവകുമാർ സാറിന്റെ ലൈഫിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കുന്നതാണ്. അതായത് അദ്ദേഹവും നമ്മളെപ്പോലെ തന്നെ ഒരു വലിയ സ്വപ്നങ്ങളുമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയ ആളാണ്.
സ്വാഭാവികമായിട്ടും മറ്റേതൊരാളെയും പോലെ തന്നെ തുടക്കത്തിൽ പ്രോഫിറ്റുകൾ വരികയും അതിനുശേഷം നമുക്ക് നമ്മൾ വിചാരിക്കും ശിവകുമാർ സാർ പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ വിചാരിക്കും സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ആദ്യ കാലങ്ങളിൽ 90% ആൾക്കാരുടെ അനുഭവമാണ്. അതിനുശേഷമാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ മാറുമ്പോഴേക്കും നമുക്ക് ലോസ് വരും. ലോസ് വരുമ്പോഴേക്കും സാധാരണക്കാരൻ എന്താ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ലോസ് എന്റെ എന്തോ മിസ്റ്റേക്ക് കൊണ്ട് വന്നതാണ്, മാർക്കറ്റ് എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ നല്ല പ്രോഫിറ്റ് തന്നാണ്, അപ്പൊ ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചാൽ ഒന്നുകൂടെ ഇതിനകത്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്നുള്ള ചിന്തയിൽ കുറച്ചുകൂടെ ക്യാപിറ്റൽ അറേഞ്ച് ചെയ്തിട്ട് അത് മൊത്തം കളയുന്ന പതിവാണ് മാർക്കറ്റിൽ പൊതുവെ ഇറങ്ങുന്ന ആൾക്കാർക്ക് കണ്ടിട്ടുള്ളത്. പക്ഷേ ശിവകുമാറിന്റെ സാറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. അദ്ദേഹം ഫെയിലർ എവിടേക്കാണോ പരാജയപ്പെടുന്നത് അവിടെ പാഠം പഠിക്കാനാണ് ശ്രമിച്ചത്, പിന്മാറാനല്ല ശ്രമിച്ചത്, പാഠം പഠിക്കാനാണ് ശ്രമിച്ചത്. ആ പാഠങ്ങളിലൂടെ അദ്ദേഹം വെറുതെ പാഠം പഠിക്കല്ല, അദ്ദേഹത്തിന്റെ റൂമുകൾ നമ്മൾ കാണിച്ചു തന്നു. അദ്ദേഹം അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറയുന്നത് ഞാൻ മ്യൂട്ടാൾ കൊടുക്കാണ്. ഞാൻ പറയുന്നത് ഒരുപക്ഷെ കളിയാക്കൽ പോലെയോ തമാശ പോലെയൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. നമ്മളിൽ പലരും കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് ഗജനി എന്ന് പറയുന്ന സിനിമ. അപ്പൊ ഈ ഗജനി എന്നുള്ള ഒരു സിനിമയില് നമ്മുടെ ആ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിലെ ഹീറോ ആയിട്ടുള്ള സൂര്യക്ക് ഈ മെമ്മറീസ് ഒക്കെ ലോസ് ആയതിനു ശേഷം അദ്ദേഹം ഈ ആ ഒരു എന്താ പറയുക പ്രതികാരം ചെയ്യാനായിട്ട് അദ്ദേഹം കുറെ നോട്ടുകളെ ആശ്രയിക്കുകയാണ് ചെയ്തത്. നോട്ടുകൾ, അതായത് നോട്ട് എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന പോയിന്റുകൾ, ഇന്നതൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ളത്, ഇന്നതൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് അതിനെ ആശ്രയിച്ചിട്ടാണ് അദ്ദേഹം ആ ലക്ഷ്യം നേടുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, മെമ്മറി ലോസ് ആയ ഒരു വ്യക്തിയാണ്. അത് ഇപ്പൊ 5 മിനിറ്റ് മുമ്പ് നടന്ന കാര്യം പോലും അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഉണ്ടാവില്ല. അത്തരം ഒരു കഥാപാത്രമായിട്ടാണ് സൂര്യ അഭിനയിച്ചിരുന്നത്. അപ്പോ എന്നിട്ടും ആ ഒരു കഥാപാത്രം 5 മിനിറ്റിൽ കൂടുതൽ മെമ്മറി നിൽക്കാത്ത ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിഷ്വലൈസിങ് അഥവാ നോട്ട്, അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നോട്ട് ചെയ്യുന്നത് ഇപ്പൊ ശിവകുമാർ സാറിന്റെ റൂം കണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ട്രേഡിങ്ങിന് ഇറങ്ങുന്ന സമയം സ്വാഭാവികമായിട്ടും ട്രേഡിംഗ് റൂം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ആ റൂമിലേക്ക് കയറുന്ന ഏതൊരു സമയവും ചിന്തിച്ചു നോക്കുക, അദ്ദേഹത്തിന്റെ കണ്ണുടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള അദ്ദേഹം ഫോളോ ചെയ്യേണ്ട സിസ്റ്റത്തിനെ പറ്റിയും അദ്ദേഹം ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റിയും അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറ്റി നോട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എവിടെ തിരിഞ്ഞാലും എന്തെങ്കിലും ഒരു പോയിന്റ് അദ്ദേഹത്തിന് ആവശ്യമുള്ള വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് എവിടെ തിരിഞ്ഞാലും അദ്ദേഹത്തിന് കാണുന്നു. അതിലൂടെ എന്താണ് നമ്മുടെ മൈൻഡിൽ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചിന്ത എണ്ണത്തിൽ കൂടുതൽ എവിടെയാണോ ഇംപ്രൂവ് ചെയ്യേണ്ടത്, എന്താണോ ലക്ഷ്യം, എന്താണോ ഞാൻ നേടേണ്ടത്, ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പതിയുന്നു, അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിയുന്നു. എവിടെ തിരിഞ്ഞാലും ആ റൂമിനകത്തുനിന്ന് എവിടെ നോക്കി തിരിഞ്ഞാലും അദ്ദേഹത്തിന് ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എല്ലായിടത്തും എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ ആ റൂമിനകത്ത് കയറുന്ന ശിവകുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ റൂമിനകത്ത് ഇരിക്കുന്നിടത്തോളം കാലം 65-70% ചിന്തകളും ലക്ഷ്യത്തിനെ പറ്റി മാത്രമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേടാനുള്ള കാര്യങ്ങളെ പറ്റി മാത്രമായിരിക്കും ആ റൂമിനകത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചിന്തകൾ. ഒരു 65 അല്ലെങ്കിൽ 55-60% ചിന്തകളും. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ മനസ്സിൽ ഒരു മിനിറ്റ് കൊണ്ട് വരുന്ന ചിന്തകളുടെ എണ്ണം എത്രയാണ്? ഈ ചിന്തകൾ പലരും പതറിയ ചിന്തകളായിട്ടാണ് നമുക്ക് വരുന്നത്. ഒരു 10% പോലും ഒരു കാര്യത്തിനായിട്ട് ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല, സാധാരണ മനുഷ്യന് സാധിക്കാറില്ല. പക്ഷെ ശിവകുമാർ സാറിന് സാധിക്കും 50% മുകളിൽ ചിന്തകളും ആ ലക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് അദ്ദേഹത്തിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ എഴുതി നോട്ട് ചെയ്ത് വെച്ചപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഇത് നമുക്കെല്ലാവർക്കും സത്യത്തിൽ ഫോളോ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. കാരണം ഇതൊരു തമാശയായിട്ടോ ഒരു കളിയാക്കലായിട്ടോ അല്ലെങ്കിൽ ഇത് അത്ര യൂസ്ഫുൾ അല്ലാത്തൊരു കാര്യമായിട്ടോ കാണരുത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് ഒരു 2 മിനിറ്റ് ആയിരുന്നെങ്കിൽ ഈ ഒരു ടോപ്പിക് അവസാനിക്കുന്നവരെ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കണം, അതുപോലെ തന്നെ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടിരിക്കണം എല്ലാവരും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അതായത് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ നമ്മൾ എവിടെയോ വെച്ചിട്ട് പറഞ്ഞിരുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് റൂം സെറ്റപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ ട്രേഡിംഗ് റൂം സെറ്റപ്പ് എന്നുള്ളത് ഒരു റൂം തന്നെ വേണം എന്ന് നിർബന്ധമില്ല. പക്ഷെ സാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിനകത്ത് സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിന് വെളിയിലോ ചെറിയ വാടക കൊടുത്തിട്ടാണെങ്കിലും ഒരു ട്രേഡിംഗ് റൂം സെറ്റപ്പ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇനി അതിന് സാഹചര്യം ഇല്ലാത്തവര്, വീട്ടിൽ അത്തരം ഒരു സാഹചര്യങ്ങൾ ഇല്ലാത്തവര് നമ്മളുടെ റൂമിന്റെ ഒരു സ്പേസോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോളിന്റെ ഒരു കോണോ, അതായത് എപ്പോഴും ആൾക്കാരുടെ ഒരു പ്രസന്റ് ഇല്ലാത്ത ഒരു ഏരിയ ഒരു ട്രേഡിംഗ് റൂം ആയിട്ട് സെറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞിരുന്നു. ആ ട്രേഡിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സീരിയസ് ആയിട്ട് ആ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു.
അതാണ് അദ്ദേഹത്തിന്റെ ട്രേഡിംഗ് റൂമിൽ ഇപ്പൊ കാണുന്നത്. അദ്ദേഹത്തിന്റെ ട്രേഡിംഗ് റൂമിൽ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ടും ചിന്തകൾ എണ്ണത്തിൽ കൂടുതൽ ഈ ലക്ഷ്യങ്ങളെ പറ്റിയും ട്രേഡിങ്ങിനെ പറ്റിയും പ്രോഫിറ്റിനെ പറ്റിയാണ്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഹോംവർക്ക് നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാണ്, അപാരമാണ്. എന്താണ് മിസ്റ്റേക്ക്, അത് ഓവർകം ചെയ്യാൻ എന്ത് വഴിയുണ്ട്, എങ്ങനെയൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത്, ആ ഓപ്പർച്യൂണിറ്റി റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ, അത് വരുന്നുണ്ടെങ്കിൽ എങ്ങനെ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഹോംവർക്ക് ചെയ്ത് പരിശ്രമിക്കുന്നു. ഉറപ്പാണ്. കാരണം പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ആ പരാജയത്തിനെ കൂടി വീണ്ടും പഠിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് എനിക്ക് ഇപ്രാവശ്യം വന്ന മിസ്റ്റേക്ക്, ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളിൽ എത്ര പേര് ഇതുപോലെ ഹോംവർക്കും ഹാർഡ് വർക്കും ചെയ്ത് ഫോക്കസ് ചെയ്തിരിക്കുന്നുണ്ട്? ഇതാണ് നമ്മുടെ പ്രശ്നം. ഒന്ന് ചിന്തിച്ചു നോക്കുക. വെറും 4 മാസം കൊണ്ട്, വെറും 4 മാസം, അദ്ദേഹം പറഞ്ഞു 1.25 വർഷമേ ആയിട്ടുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് എന്നും, വെറും അതിൽ തന്നെ ഈ കഴിഞ്ഞ 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് 100-150% അദ്ദേഹത്തിന് ക്യാപിറ്റൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ചിന്തിച്ചു നോക്കുക. 100-150% ക്യാപിറ്റൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതല്ല ആ നേട്ടം. അദ്ദേഹം ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ 5000-ഓ 10,000-ഓ 50,000-ഓ എന്നുള്ളതല്ല. ആ ക്യാപിറ്റൽ ലോസ് വരുത്താതെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് 100% ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെറുതല്ല. അദ്ദേഹം വെറുതെ പറയുന്നോ തമാശയായിട്ട് പറയുന്നോ ഒന്നുമല്ല. അദ്ദേഹം ഫ്രം ദ ഹാർട്ട്, അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ്. അത് നമ്മൾ ഓരോരുത്തരോടും ഷെയർ ചെയ്യാൻ അദ്ദേഹം തയ്യാറായതുപോലെ. ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ എത്ര പേര് ഇതിന് തയ്യാറാവും? ഇതുപോലത്തെ നമ്മുടെ അവസരങ്ങൾ, നമ്മളുടെ എന്താ പറയുക, നമ്മൾ നേടിയ നേട്ടങ്ങളെ പറ്റിയും അതെങ്ങനെ മറ്റുള്ളവർ നേടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് എത്ര പേര് പറയാൻ ഷെയർ ചെയ്യാൻ തയ്യാറാവും? അപ്പോൾ ആ ഷെയർ ചെയ്യാൻ കാണിച്ച മനസ്സിന് ഒരു നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഇതേ സിസ്റ്റത്തിലൂടെ പോയാൽ ഏതൊരാൾക്കും സക്സസ് ആവാമെന്ന് ഇന്ന് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായതാണ്. ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് ബോധ്യമായതാണ്. അപ്പോ ശിവകുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1 വർഷക്കാലത്തെ ജേണിയാണ് അദ്ദേഹത്തിനെ ഈ സക്സസ് റേഷ്യോയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ ആദ്യത്തെ 3 മാസം കൊണ്ട് 1% ആണ് ഗ്രോത്ത് ഉണ്ടാക്കുന്നത് സാധാരണഗതിയിൽ. ഒരു 3 മാസം അല്ലെങ്കിൽ ആദ്യത്തെ 1 വർഷം കൊണ്ട് നമ്മളൊരു 1 to 5% ആണ് നമ്മുടെ ഗ്രോത്ത് സാധാരണഗതിയിൽ സംഭവിക്കുക. ഇനി അടുത്ത ഒരു 3 മാസം കൊണ്ട്, അതായത് ആദ്യത്തെ 3 മാസം കൊണ്ട് 1% ആണ് ഗ്രോത്ത് ഉണ്ടാക്കിയിരിക്കുന്നെങ്കിൽ അതിനുശേഷമുള്ള അടുത്ത 3 മാസം കൊണ്ട് ഈ 1% എന്നുള്ളത് ഒറ്റയടിക്കെതിരെ 9-ഓ 10-ഓ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതിനുശേഷം അടുത്തൊരു 3 മാസം കൊണ്ട് അതൊരു 30-ഓ 40-ഓ ആയിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം ആദ്യത്തെ 3 മാസം കൊണ്ടുള്ള ഗ്രോത്ത് ആയിരിക്കില്ല പിന്നീടുള്ള 3 മാസം കൊണ്ട് ഉണ്ടാവുക. അതുപോലത്തെ ഗ്രോത്ത് ആയിരിക്കില്ല. അതേ സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്ന, ഡിസിപ്ലിനോട് കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരാൾക്ക് അടുത്ത 3 മാസം കൊണ്ട് ഉണ്ടാവുക. ഇങ്ങനെ അടുത്തൊരു 2 വർഷം കൊണ്ട് ശിവകുമാർ സാറ് ഇയർലി 500-ഓ 1000% ക്യാപിറ്റൽ ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള ശേഷി ആർജിച്ചിട്ടുണ്ടാവും. അത് പതുക്കെ ക്യാപിറ്റൽ വളർത്തിക്കൊണ്ട് വരും. ഇപ്പൊ 15,000 ആണ് ഉപയോഗിക്കുന്നെങ്കിൽ അത് 25,000, 50,000 ഇങ്ങനെ പതുക്കെ വളർത്തിക്കൊണ്ട് വരികയും ആ സ്റ്റഡി ഗ്രോത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹം ടാർഗറ്റ് ഇട്ടിരിക്കുന്ന കാര്യം ഒരു 15 വർഷം കൊണ്ടാണ് എത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന്റെ ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ അത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്ത് എടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. കാരണം ആ ഒരു വിഷനോട് കൂടിയാണ് പോകുന്നത്. അതായത് നമ്മളെ പോലെ ഈ പല ഭാഗങ്ങളിലേക്ക് ശ്രദ്ധിച്ച് നമ്മുടെ ഫോക്കസ് പല ഭാഗങ്ങളിലേക്ക് പോയി ഇത് വേണോ ഇത് വേണ്ടേ അതൊന്നുമല്ല, ഇതെനിക്ക് നേടിയേ പറ്റൂ എന്നുള്ള വാശിയുടെ പുറകിലാണ് പോകുന്നത്. അങ്ങനെ പോയാൽ സക്സസ് ആവുമെന്ന് ഇന്നൊരു ദിവസം കൊണ്ട് നമ്മൾ പലരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ ഈ ഡിസിപ്ലിൻ, ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് എവിടെ തിരിഞ്ഞാലും നമ്മുടെ ലക്ഷ്യം കാണത്തക്ക രീതിയിലായിരിക്കണം, നമ്മുടെ ടാർഗറ്റ് കാണത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യേണ്ടത്. ട്രേഡിംഗ് റൂം എന്ന് പോലും അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യേണ്ടത്. എവിടെ തിരിഞ്ഞാലും നമ്മളുടെ ലക്ഷ്യത്തിനെ പറ്റിയായിരിക്കണം 60% ചിന്തകളും. എവിടെ നിൽക്കുമ്പോഴും എവിടെ തിരിഞ്ഞാലും, കിടന്നുറങ്ങുമ്പോൾ പോലും നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ ചിന്ത ഇപ്പൊ ജസ്റ്റ് ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നു, വൈകുന്നേരം കിടന്നുറങ്ങുകയാണെങ്കിൽ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പത്തെ ചിന്ത പോലും നമുക്ക് വേണ്ടത് നമ്മളെ ലക്ഷ്യത്തെ പറ്റിയും നമ്മുടെ ആഗ്രഹങ്ങളെ പറ്റിയും നമ്മുടെ വഴികളെ പറ്റിയും തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്നായിരിക്കും നമ്മുടെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ വാസ്തവമുള്ളത്. അപ്പോ ഓരോരുത്തരും സ്വയം തീരുമാനിച്ചുറപ്പിക്കുക. ശിവകുമാർ സാറിന് സാധിക്കുമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അത് എന്തുകൊണ്ട് കഴിയില്ല? വൈ നോട്ട്? ഒരു വാചകമുണ്ട്, നിങ്ങളുടെ ലൈഫിന്റെ സക്സസിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്നത് മുഴുവൻ ചെയ്തോ. 90% ആൾക്കാരെയും എനിക്ക് പറ്റുന്നത് പോലെ ചെയ്തു എന്നുള്ളതായിരിക്കും. പക്ഷെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ചോദിച്ചാൽ വൈ നോട്ട് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് മറുപടി ഉണ്ടാവില്ല. ഇനി നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ഇന്നത്തെ ദിവസം എന്റെ ഗ്രോത്തിന് വേണ്ടി, എന്റെ ഇമ്പ്രൂവ്മെന്റ് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? വൈ നോട്ട്? നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്.
ഓരോ ദിവസവും 1% ഗ്രോത്ത് ഉണ്ടാക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഓരോ ദിവസവും നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ അപ്രോച്ചിൽ, നമ്മുടെ രീതികളിൽ, നമ്മുടെ ചെയ്തികളിൽ, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ 1% ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. കാരണം കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള, 1 വർഷം മുമ്പുള്ള ഞാനാണോ ഈ ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് മാറിയിരിക്കുന്നത് നിങ്ങൾ സ്വയം അത്ഭുതപ്പെടുന്ന ലെവലിലേക്ക് ഓരോരുത്തരും വളരും. കാരണം അതിന് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ മതി, വലിയ സ്റ്റെപ്പുകളൊന്നും നമുക്ക് വേണ്ട, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ മതി. അപ്പോ ഇന്നത്തെ ശിവകുമാർ സാറിന്റെ ഈ എക്സ്പീരിയൻസ് അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ അത് ഏറ്റെടുക്കണം. ആ ലൈഫിൽ, നമ്മുടെ ലൈഫിൽ ഈ സാധനം ഏറ്റെടുക്കണം. ഇത് എനിക്കും ആവശ്യമാണ്. ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കി, ഈ മാറ്റം നമുക്കും ആവശ്യമല്ലേ? രഞ്ജിനി മേമ ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു മാസം 100-150% ഗ്രോത്ത്, അതിപ്പോ ക്യാപിറ്റൽ എത്രയാവട്ടെ, 25,000 ആവട്ടെ, 10,000 ആവട്ടെ, 20,000 ആവട്ടെ, കണ്ടിന്യൂസ് ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡിനെ നമ്മൾ കീഴടക്കി എന്നല്ലേ അതിന്റെ അർത്ഥം. മറ്റ് ഇമോഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും വലിയ നമ്മുടെ ശത്രുവായിട്ടുള്ള നമ്മുടെ ഇമോഷൻസിനെ കീഴടക്കാൻ പറ്റി എന്നല്ല അതിന്റെ അർത്ഥം. അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് സാധിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ലൈഫിൽ എന്തുമാത്രം മാറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോ ശിവകുമാർ സാറിന്റെ എക്സ്പീരിയൻസ് നമുക്ക് വലിയൊരു പാഠമാവട്ടെ. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സ്റ്റെപ്പുകളും സ്വയം എടുത്തുള്ള, സ്വയം തീരുമാനിക്കുക, ശബ്ദം ചെയ്യുക. ഞാനും ഉണ്ട് ശിവകുമാർ സാറിന്റെ പാതയിലൂടെ നമ്മൾ ഓരോരുത്തരും പറയത്തക്ക രീതിയിൽ അത് ഫോളോ ചെയ്യുന്ന രീതിയിൽ ഓരോരുത്തരും ഒന്ന് ശ്രമിച്ചു നോക്കിയേ. സാധിക്കുമോ? ശ്രമിച്ചു നോക്കുന്നുണ്ടോ? ഇന്നു മുതൽ തോണ്ടൽ നിർത്താൻ പോവാ സാറേ. ശ്രമിച്ചു നോക്കുന്നുണ്ടെന്നല്ല, എനിക്ക് ഇപ്പം ഈ ഒരു ഏപ്രിൽ മാസം തുടങ്ങിയിട്ടുണ്ടല്ലോ, എനിക്ക് എന്റെ ജേണിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് എന്റെ ഇതിൽ കാണാനുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ മാഡം ആ ഇംപ്രൂവ്മെന്റ് എൻജോയ് അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞെങ്കിൽ ഒരു സംശയം വേണ്ട, ഇനി അതിനപ്പുറത്തേക്കുള്ള ഒരു ഇംപ്രൂവ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാം, ആ നമ്മുടെ ശിവകുമാർ സാറ് എന്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ്, നമ്പർ കൊടുക്കരുത്. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അതായത് മറ്റുള്ളവർക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും ഒരു കുഴപ്പമില്ല. അതായത് നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, ശിവകുമാർ സാറിന് ആദ്യത്തെ ഓഫർ തരുന്നത് ഞാനൊരു 10 ലക്ഷം രൂപ തരാം സാറൊന്ന് ട്രേഡ് ചെയ്യുവാൻ, അതല്ലെങ്കിൽ ഞാനൊരു 50,000 രൂപ തരാം സാറൊന്ന് ട്രേഡ് ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഏറ്റവും വലിയ, ഇന്നലെ സംസാരിച്ച കാര്യം തന്നെയാണ്, ഏറ്റവും വലിയ പ്രശ്നം സംഭവിക്കാൻ പോകുന്നത് ലൈവ് മാർക്കറ്റിൽ ഉൾപ്പെടെ സാറിന് കോളുകളുടെ ബഹളമായി. കാരണം ഓരോരുത്തർ, അത് ആരുടെയും കുറ്റമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നുകൂടെ മെച്ചപ്പെടാൻ വേണ്ടി എവിടുന്നെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് ശ്രമിക്കുന്നതാണ്. ആ സപ്പോർട്ട് നമ്മളിൽ നിന്ന് തന്നെ, ഓരോരുത്തരിൽ നിന്ന് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മളൊക്കെ ഈസി ആയിട്ട് ഒരു കാര്യം എങ്ങനെ നേടാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഈസി ആയിട്ട് ആ ഒരു കാര്യം എങ്ങനെ നേടിയെടുക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സംശയം തോന്നുമ്പോൾ ശിവകുമാർ സാറിനെ ഒന്ന് വിളിച്ചേക്കാം. സാറേ ഒരു കാര്യം കൂടെ ഒന്ന് ആടിയിട്ട്, കഴിഞ്ഞ ദിവസം ഒരു സാറ്, ഫക്രുദ്ദീൻ സാറ്, ആ സാറ് പറയണ്ടായി, അദ്ദേഹത്തിന് ആ സാർ ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നു ക്ലാസ്സിൽ. അപ്പൊ സാറ് പറഞ്ഞായിരുന്നു, എനിക്ക് ഇതുവരെ ആയിട്ടും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതിന് ഞാൻ എങ്ങനെ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ മാർക്കറ്റ്, അതായത് നമുക്ക് 3:30 മാർക്കറ്റ് തീർന്ന ഉടനെ ഞാൻ 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഇട്ടിട്ട് സാറ് വരയ്ക്കുന്ന മെത്തേഡ് ഞാൻ ആദ്യം വരച്ചിട്ടിട്ട് സാറ് അയച്ചു തരുന്നതായിട്ട് ഞാൻ നോക്കും. എന്നിട്ടും 5 പോയിന്റ് മിക്കതും ആക്യുറേറ്റ് ആയിരുന്നു. കറക്റ്റ്. അപ്പൊ ഈ കറക്റ്റ് ആയിട്ട് വരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആ സാറ് വരച്ച് ഞാൻ വെച്ച് സെയിം ആണ്. ഞാൻ ഒരു തവണ ബ്ലാക്ക് ലൈൻ ഇട്ടത് സാറ് കറക്റ്റ് ആയിട്ട് ബ്ലാക്ക് ലൈൻ ഇട്ടു. അന്നേരമൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാൻ ഈ സന്തോഷം ആരോട് പറയണേ, അപ്പൊ ഞാൻ എന്നോട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അങ്ങനാണ് ഞാൻ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നതിൻ്റെ അകത്ത് എനിക്ക് ഒരു, ഇപ്പോഴും മിഡ് ക്യാപ് നിഫ്റ്റിയിലെ എന്റെ സ്വന്തം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ അപ്പൊ എന്ന് പറഞ്ഞാൽ ഫക്രുദ്ദീൻ സാറിനോട് പറയാനുള്ളത് ഇതേ ഉള്ളൂ. നമ്മൾ മാർക്കറ്റ് കഴിഞ്ഞ ഉടനെ 15 മിനിറ്റ്സ് ക്യാൻഡിലോട്ട് ഇടുക, നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ വരച്ചിട്ട് ചേരുന്നതായിട്ട് നമ്മൾ നോക്കിയിട്ട് ആ വ്യത്യാസങ്ങൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് സാർ അവിടെ ഞാൻ വരച്ചിരുന്ന അവിടെ വരയ്ക്കാൻ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഇത്രയേ ഉള്ളൂ, നമുക്ക് ബിഗ് മൂവ്മെന്റ് ആരംഭിച്ച ഏരിയയും ബിഗ് ക്യാൻഡിൽസും
പിന്നെ ഒരു റെഡ് ക്യാൻഡിന്റെ ഹൈയും ഗ്രീൻ ക്യാൻഡിന്റെ ലോയും കൂടെ ചേരുന്ന ഏരിയ, പിന്നെ ക്ലോസിംഗ് റേഞ്ച് ഏരിയ, ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇതിനകത്ത്. ദിവസം സാറ് തത്തമ്മ പൂച്ച എന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ നമ്മൾ ഈ വരയ്ക്കാനിരിക്കുമ്പോ തന്നെ നമ്മളെ മനസ്സിലോട്ട് കയറി വരും. അങ്ങനെ വരച്ചാണ് ഇപ്പോഴും എനിക്ക് പിന്നെ 4 ലൈന് ചില ദിവസമൊന്നും ഒറ്റ ലൈനേ വേണ്ടി വരത്തുള്ളൂ. ഞാൻ ആ ഒറ്റ ലൈൻ വരച്ച് തന്നെ ആയിരിക്കും സാർ വരച്ച കാര്യം. ചില റേഞ്ച് മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് അന്ന് വരയ്ക്കാനൊന്നുമില്ല, ആ ഒറ്റ ലൈൻ തന്നെ കാണത്തുള്ളായിരിക്കും ചില സമയത്ത്. 5 പോയിന്റിന്റെ ഒക്കെ വ്യത്യാസം വരാറുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഈ 22,445 സാറ് 550 വരച്ചിരുന്നു. അപ്പൊ ഞാൻ സാറിന് എപ്പോഴും 45 വേണ്ട, 50 ആണല്ലോ. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് അങ്ങനെ 50 ആക്കാൻ നോക്കി, കൃത്യമായിട്ട് 50 വന്നിട്ട്. അപ്പൊ അങ്ങനൊക്കെയാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു. നിഫ്റ്റിയിലല്ല സാറേ 22,448 ഞാൻ വരച്ചത്. അതെ, ക്ലാസ്സിൽ നേരത്തെ ഒരു കാര്യം നമ്മൾ നേരത്തെ മാസ്റ്റർ ക്ലബിൽ അല്ലെങ്കിൽ ക്ലാസ്സിലേക്കാണെങ്കിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ക്യാൻഡിൽസ്, ബിഗ് മൂവ്മെന്റ് ആരംഭിച്ച ക്യാൻഡിൽസ്, ക്ലോസിംഗ് റേഞ്ച് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. അപ്പോ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് കഴിഞ്ഞ് 3:30-ക്ക് ശേഷം നമ്മുടെ ചാർട്ട് നമ്മൾ ഏതിലൊക്കെയാണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ട്രേഡ് ചെയ്യുന്നത്, ആ ചാർട്ടിൽ നമ്മൾ സ്വയം ലൈൻ വരയ്ക്കണം, സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ വരയ്ക്കണം. എന്നിട്ട് വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്? അത് നമ്മൾ സ്വയം പോയി നോക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ ഇത് പറഞ്ഞത്, ഞാൻ ഇവിടെ വരച്ചത്, എന്നിട്ട് ആ മാറ്റം വരുത്തുക. ഇങ്ങനെ ഒരു 10-15 ദിവസം നമ്മൾ നേരത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മുടെ ചാർട്ടിൽ വരച്ചതിന് ശേഷം ക്ലാസ് കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരാൻ പഠിച്ചിട്ടുണ്ടാവും. ഒരു സംശയമൊക്കെ കാര്യത്തിൽ വേണ്ട. ഇത് നമ്മൾ കുറെ കാലമായിട്ട് ക്ലാസ്സിൽ പറയാത്തൊരു കാര്യമാണ്, പക്ഷെ തുടക്കത്തെ ഒരുപാട് ക്ലാസ്സിൽ ഒത്തിരി പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഇങ്ങനെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾ നേരത്തെ വരച്ച് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറിന്റെ ലെവൽസ് പറഞ്ഞതിന് മുന്നേ ഞങ്ങൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ 3 പോയിന്റിലേക്ക് വ്യത്യാസം ഉണ്ടാവാറുള്ളൂ. യെസ് സർ, യെസ് സർ, യെസ് സർ, യെസ് സർ. അപ്പൊ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരെയാണ് അതിലൂടെയൊക്കെ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു മാറ്റം ഇതുപോലെ, അതായത് നമ്മുടെ ശിവകുമാർ സാർ ചെയ്തതുപോലെ തന്നെ നമുക്കും വേണം എന്നുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി, ആ ഇന്റൻഷനോട് കൂടി, അതിന്റെ കളറിനെ കുറിച്ച് അത് ഞാൻ പറഞ്ഞുതരാം സാർ, ഇന്ന് തന്നെ പറഞ്ഞുതരാം, പിന്നീട് അത് മാറ്റം പറ്റും. അതായത് അതിന്റെ ആ ഒരു ഇന്റൻഷനോട് കൂടി, മീൻസ് നമുക്കത് മാറ്റം വന്നേ തീരും. അതുകൊണ്ട് ഒരാൾക്ക് കഴിയുമെങ്കിൽ നമുക്കും എന്തുകൊണ്ട് സാധിക്കില്ല? ഈസി ആയിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്ന കാര്യങ്ങളാണ്. അത് ഫോളോ ചെയ്ത് പോവുക, നമുക്ക് സക്സസ് ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബാലികരമേത അല്ലാന്നേ, അത് നമ്മൾ കയറുന്നതിലുള്ള ആ വ്യത്യാസമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറുമ്പോൾ നമ്മുടെ മനോഭാവം, നമ്മുടെ ശൈലിയിലുള്ള വ്യത്യാസമാണ് നമുക്കത് ബാലികേറാമലയായിട്ട് മാറുന്നത്. അതല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ടാർഗറ്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്. അപ്പോ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി, ആ ഒരു കാഴ്ചപ്പാടോട് കൂടി, ആ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഈ ഒരുമിച്ച് മുന്നോട്ട് പോവാം. എങ്ങനെയാ? ഓക്കെ ആണോ? അതോ ഞാൻ മാത്രം പോയാൽ മതി? ഓക്കെ ആണ് സാർ. ഞാനും വരയ്ക്കാറുണ്ട്, നേരത്തെ തന്നെ വരച്ചിട്ടാറ്. എല്ലാവരും ചെയ്യും.